നാട്ടിൽ ചില ആൾക്കാര് നോക്കി ഇന്ന് ഗർഭിണിയാക്കുന്ന കിട്ടുന്ന പോലെയാണ് ഹവായിയാണ് കേരള. രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിക്ക് എതിരെയുള്ള വോട്ട്. എനിക്കൊരു പ്രതിഷേധം നടത്തുന്ന ആഗ്രഹം ഉണ്ടെന്ന്. 45-50 അടി ഒരു ആനയുടെ പ്രതിമയുണ്ട്. രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ രാഷ്ട്രീയ അണികൾ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ രാഷ്ട്രത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം. ലൈസൻസ് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് അതിനൊക്കെ ഒരു അറുതി വരള്ളൂ. മധുവിന് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഭരണാധികാരികളുടെ കേസ് രാഷ്ട്രീയം പറയണമെന്നല്ല, ഭരണാധികാരികൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് ജനങ്ങളെ സേവിക്കാനായിട്ടുള്ളൊരു ഭരണം വരുന്നില്ലേ. ഫുഡ് എന്ന് പറഞ്ഞ് കുറെ മുളക് പൊടി വരുന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ പൂരം നമുക്ക് ഹെലികോപ്റ്ററിൽ കാണണം. അവര് പറയാ ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വികാരമൊക്കെ അനുഭവിച്ചു. സംഭവം എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ കോടീശ്വരനാന്നുള്ളൊരു പൊട്ട ചിന്താഗതി ഉണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ അടുത്തൊരു 20 കൊല്ലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വിശാലായിട്ടിന് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ എന്ത് സംഭവിക്കാം. എന്താ പറയുക, ഡ്രോൺ പറപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തിനേലും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസായി. എനിക്ക് എല്ലാ ദിവസവും തൃശ്ശൂർ പൂരം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ശരിക്കും നമ്മുടെ കുട്ടികളുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ആക്ടിവിറ്റികൾ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ. മൂന്നാർ അടിവാരത്ത് നിന്ന് അടിമാലിയിൽ നിന്ന് ഒരു കേബിൾ കാർ വേണമെങ്കിൽ മൂന്നാറിലേക്ക് ഇടാം. അപ്പം ഞാനിതേപോലെ നമ്മളുടെ മൈക്രോസോഫ്റ്റിൽ ഫസ്റ്റ് ഒരു ടീമിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു 10-30 പേരുണ്ടാവും ടീം. അപ്പോൾ എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തും. അപ്പം നമ്മളിങ്ങനെ എവിടെ നിന്ന് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്ത് അത് ഇത് പിന്നെ എവിടെ നിന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഇന്നടത്തു നിന്നാണ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എവിടെ നിന്നാ മറ്റേ ടർക്കിന്നോ ഒക്കെ അറിയാം, ഇറാനിന്നോ കേട്ടുണ്ട് ഇന്നസെന്റ് പറയുന്നതല്ല കേട്ടുണ്ട് എന്ന് പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു കേരള ഇന്ത്യ ഇന്ത്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ സ്ലൈഡിൽ ഈ കേരളത്തിൻ്റെ തൃശ്ശൂർ പൂരം ഒന്ന് വെച്ചു, തൃശ്ശൂർ പൂരം ഒന്ന് വെച്ചു, പിന്നെ നമ്മൾ മൂന്നാറിൻ്റെ ഒന്ന് വെച്ചു, പിന്നെ ഒരു കളറിപ്പയറ്റ്, പിന്നെ ഹൗസ് ബോട്ട്, അങ്ങനെ 2-3 പടങ്ങൾ വെച്ചിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇട്ടിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മറ്റേത് ഫീമെയിൽ ടു മെയിൽ റേഷ്യോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാറ്റിക്സ് എല്ലാം വെച്ചപ്പോൾ ഒരു ഇത് മുംബൈക്ക് അടുത്താണോ അത് ചോദിക്കുക. അത് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ അതിനു മുമ്പേ അവര് ചോദിക്കുക ഇത് ഈസ് ഇറ്റ് കോസ്റ്ററിക്ക, ഈസ് ഇറ്റ് ലൈക്ക് ഹവായ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവര് ഹവായിലും കോസ്റ്ററിക്കയിലും കേരള അതല്ല സംഭവം. ഇത് മറ്റേ അവന്റെ കൾച്ചറും ട്രഡീഷനും നിങ്ങൾ കണ്ടാ എന്ത് കിട്ടും. ഓക്കെ, എന്നാ അടുത്ത സമ്മറിൽ നമ്മൾ കേരളത്തിൽ പോകുന്നത് വിശാലിന് പരിചയമുള്ള ആരെങ്കിലും. അപ്പൊ ഞാൻ കാരണം ആ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേടി നമുക്കുണ്ടാവാൻ പാടില്ല. ആ പേടി എന്ന് പറയുന്നത് ഇത് അവിടെ ചെന്നാൽ അവർക്കുണ്ടാവുന്ന അനുഭവം നമ്മളെ ബാധിക്കുമെന്നുള്ള പേടിയാണ്. മനസ്സിലായോ? കാരണം ഈ കോസ്റ്ററിക്ക, ഹവായ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ സ്ഥലം നമ്മളുടെ പോലെ ആയിരിക്കും, പക്ഷെ ജനങ്ങൾ വ്യത്യാസമുണ്ട്. ജനങ്ങൾ അത് നമ്മുടെ നാട്ടിൽ ശരിക്കും അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പം നമ്മൾ പല സമയത്തും പലരും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ നോക്കി ഇന്ന് ഗർഭിണിയാക്കുന്ന കിട്ടുന്ന പോലെയാണ്. നോക്കി ഇന്ന് ഗർഭിണിയാക്കേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് മാറാണ്ട് നമ്മളെത്ര ഭരണാധികാരികൾ ഇഞ്ചാമ്പുളികൾ ഉണ്ടാവും, ഓക്കെ സമ്മതിച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ അതും ആ ഒരു സംഭവം മാറ്റാണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു സംഭവം ശരിക്കും അല്ലേ? അല്ല, അത് വളരെ കറക്റ്റ്. കാരണം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അനുഭവമുണ്ട്. അത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ അത് ബോധവൽക്കരണത്തിൻ്റെ കുറവാണ്. വ്യക്തികൾ നമുക്ക് ചെറുതിലെ തൊട്ടേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കൊടുത്ത് കുറച്ചും കൂടെ എന്താ പറയുക ലിബറലാക്കി നമ്മളെ വളർത്തണം. നമ്മൾ ഈ ചട്ടക്കൂട്ടിൽ അതൊരു ഇതും വേറെ അതിന് ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങേണ്ടത്. അതിന് നമുക്ക് ഒരു ഇപ്പം നമ്മൾ വന്ന് നിൽക്കണത് നമ്മുടെ ഒരു എന്താ പറയുക പകുതിയിൽ നമ്മളിപ്പോൾ ഈ ചർച്ച വന്ന് നിൽക്കണം നമ്മുടെ ഫ്യൂച്ചർ ഓഫ് കേരള. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞാലോ? തീർച്ചയായും വിദ്യാഭ്യാസത്തിനാണല്ലോ നമ്മൾ ഇതൊക്കെ എത്തിക്കേണ്ടത്. നമ്മൾ അടുത്തൊരു ജനറേഷനിൽ അമേരിക്കയിൽ നമ്മൾ കുട്ടികളെ കാണുന്ന ഇപ്പം എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട് ടെക്നിക്കലി കുട്ടികൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ശരിക്കും നമ്മുടെ കുട്ടികളുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ആക്ടിവിറ്റികൾ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നല്. നമ്മൾ കഴിഞ്ഞ ദിവസം റോബോട്ടിക് സ്കൂളിലൊക്കെ പോയപ്പോ അപ്പൊ എന്തൊരു വിശാലമായിട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം, ഇവിടത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ആയാലാണ്
കുട്ടികളിൽ മാറ്റം ഉണ്ടാവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയവരിലേക്ക് മാറ്റാം. അതെ, കാരണം കുട്ടികളിൽ തുടങ്ങിയാലേ പറ്റുള്ളൂ. നമുക്ക് ഇനി എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ജനറേഷനാണ്. അധ്യാപകൻ നൽകി ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, വിശാലേട്ടൻ അധ്യാപക അതറിയ ആൾക്കാർക്ക്, എന്നാലും എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും? ഞാൻ വയനാട്ടിലെന്നല്ല, അധ്യാപനം എന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ കാസർഗോഡ് നിന്നും അവിടെ നിന്നൊക്കെ കുട്ടികളൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നാട് വയനാട് എന്ന കാരണം അത് പറയാൻ പറ്റും. അല്ല, തിരുവനന്തപുരത്ത് ജനിച്ചെങ്കിലും വയനാട്ടിലത്തെ ഒരു ആംബിയൻസ് ആണല്ലോ ഇഷ്ടം. അല്ല, വയനാട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ ഈ സ്ഥലങ്ങൾ, ഈ 61 രാജ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് സാൻഡപ്പൻ്റെ മാറ്റങ്ങൾ വരുന്നത് കണക്ക് എനിക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാണ്. അതിൽ വയനാട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒന്നാമത് അവിടുത്തെ സ്ഥലം, അവിടുത്തെ മനോഹാരിത, അവിടുത്തെ പ്രത്യേകതകൾ, പിന്നെ അവിടുത്തെ ജനങ്ങൾ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് വയനാട്ടിലെ ജനങ്ങൾ. അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും അവരുടെ സ്നേഹവും. എനിക്കൊന്നും ഒരിക്കലും പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ അകമഴിഞ്ഞ സ്നേഹം ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. ഏത് വർഷത്തിലായിരുന്നു പഠിപ്പിച്ചത്? ഇത് 2001-2002 കാലഘട്ടമാണ്. ഈ കാണുന്ന വീഡിയോയിൽ നമ്മുടെ പോഡ്കാസ്റ്റിൽ വല്ല സ്റ്റുഡൻസ് ഒക്കെ കമന്റ് ചെയ്യട്ടെ അല്ലേ? വയനാട്ടിലെ സ്റ്റുഡൻസിനെ ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോഴും അവരായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പല സ്റ്റുഡൻസ് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ. വയനാട് ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അതെ, ആ സ്നേഹം ഇന്നും ഉണ്ട്. അത് അവർക്ക് എന്നോടും എനിക്ക് അവരോടും അതേ സ്നേഹം. റിലേഷൻഷിപ്പ് നിർത്താന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല. അല്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആസ് ഒരു മാഷ്, ആസ് ഒരു അധ്യാപകൻ നൽകി നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിച്ച എക്സ്പീരിയൻസും നമ്മുടെ കുട്ടികളുടെ ആൾക്കാരുടെ സ്വഭാവവും എല്ലാം അറിയുന്ന ആളാണല്ലോ അപ്പൊ നമ്മളെക്കാൾ ഉപരി. അപ്പൊ ഇനി നമ്മുടെ നാട്ടിൽ അടുത്തൊരു 20 കൊല്ലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വിശാലേട്ടന് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ എന്ത് സംഭവിപ്പിക്കാം? അല്ല, വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒന്നാമത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം ടെക്നിക്കൽ സംഭവങ്ങൾ നമുക്ക് പറയാം. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മൾ വളരെ ചെറിയ പ്രായത്തിലേ തുടങ്ങണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ താല്പര്യം, ഇപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈസ്കൂൾ തുടങ്ങുമ്പോഴത്തേനും നമ്മളൊരു മിഡിൽ സ്കൂൾ കഴിയുമ്പോൾ ഇവിടെ എലിമെൻ്ററി ഹൈസ്കൂൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്, നാട്ടിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലേ അത് ചെറിയൊരു എലക്റ്റീവ് സംഭവങ്ങൾ തുടങ്ങണം. ഞാൻ 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ABCD പഠിച്ചു തുടങ്ങി. 4ാം ക്ലാസ് വിട്ടു. ആ കാലഘട്ടം ഭാഷയൊക്കെ വളരെ ചെറുപ്പത്തിലിട്ടാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിനെ അങ്ങനെ മോശമായിട്ട് പറഞ്ഞു, കാരണം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. നമുക്ക് എവിടെ പോകണമെങ്കിലും ഇംഗ്ലീഷ് വേണം, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് ഈ തൊഴിലധിഷ്ഠിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈസ്കൂൾ മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കഴിഞ്ഞ് 6, 7, 8ാം ക്ലാസ് തൊട്ട് അവർക്കൊരു ഐഡിയ കിട്ടണം എന്താണ് അവരുടെ താല്പര്യമെന്ന്. അപ്പോൾ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എലക്റ്റീവ് സബ്ജക്റ്റുകൾ കൊടുക്കണം. അപ്പോൾ ഇവർ 6ാം ക്ലാസ്സിൽ കുറച്ച് സബ്ജക്റ്റ് എടുത്തു, അവരത് പഠിച്ചു. അവർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടപ്പെടാത്തത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, ഇഷ്ടപ്പെട്ടതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോവാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ മാത്സ് ഒക്കെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഒന്ന് പഠിക്കണം. പക്ഷെ അടുത്ത സ്റ്റേജിലേക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാക്സുമായി കണക്ട് ചെയ്ത് പോയാൽ മതി. നമ്മൾക്ക് ഇപ്പോഴും എല്ലാ സാധനം പഠിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ സിസ്റ്റം വരുന്നത്. ആ സിസ്റ്റം മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ആവശ്യം വെക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വിട്ടുപോകും. നമുക്ക് താല്പര്യമുള്ള മേഖല, ഫീൽഡ്, ആ മേഖലയിൽ നമ്മൾ കാരണം നമ്മളിപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും അവസരമുണ്ട്. ഇനി അങ്ങ് വരും കാലങ്ങളിൽ സംരംഭകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം. അതെ, അപ്പോൾ നമ്മൾ ഏത് മേഖലയിലും നമുക്കൊരു സംരംഭകനാകാൻ കഴിയും. അപ്പോൾ ഒരു മേഖലയിൽ ജോലി തേടുന്ന കട്ടി ഒരു ജോലി ഉണ്ടാക്കാൻ പറ്റും. ഒരു ഡോക്ടർമാരും എഞ്ചിനീയർമാർക്കും ജോലി കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ആവാൻ പറ്റും. അതും ആവാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് അതാണ് കുറച്ച്. അപ്പോൾ നമുക്ക് ഒരു ഹൈസ്കൂള് കഴിയുമ്പോൾ കോളേജിൽ ചേരുന്നത് കോളേജിൽ ചേരുമ്പോഴത്തേക്കും അവർ ഒരു 70-80% അവർ തീരുമാനിച്ചു എന്താണ് ഇനി ലൈഫിൽ എനിക്കെന്താണ് എന്നുള്ളത് അവർ തീരുമാനിച്ച് കഴിഞ്ഞു. അപ്പോൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് എളുപ്പമാണ്, നമുക്ക് ആ പാതയിൽ അങ്ങ് പോവാം. ഇവിടെ ഞാൻ നാട്ടിൽ ഒരു ചാലഞ്ച് ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇതേപോലെ എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറുക, കാശ് കൊടുത്തോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും കോട്ട അത് ഇതെന്നൊക്കെ പറഞ്ഞ് കയറുക, കഷ്ടപ്പെട്ട് അവർക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇട്ട് പഠിപ്പിക്കുക.
അങ്ങനെ വരുമ്പോഴെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ള കഴിവിനനുസരിച്ചുള്ളത് പോകുന്നില്ല. ഇവിടെ അവരുടെ ജീവിതം വെറുതെ ഒരു 3-4 വർഷം നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് മാറി വരണം. കാരണം ഇതിലായിരിക്കില്ല കഴിവ്, കുട്ടികൾക്ക് വേറെ സംഭവങ്ങളിലായിരിക്കും കഴിവ്. അതിനെ പ്രോത്സാഹിപ്പിച്ച് ആ മേഖലയിൽ, അപ്പോൾ ആ മേഖലയിൽ അവർ ഉഗ്രനാവും. റേഞ്ചിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് ഇന്നാൾ നാട്ടിൽ ചെന്നപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാങ്കിൽ ക്ലറിക്കൽ ജോബിന് പോവാം. അങ്ങനെ വരരുത്. നമ്മളൊരു എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവണം. ഇഷ്ടപ്പെട്ട് പോയതാണെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മേഖലയിൽ നിൽക്കണം. അതെ, അത് ഭരണാധികാരികൾ അതിന് വേണ്ടിയുള്ള റെഗുലേഷൻ ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇങ്ങനെ തുറന്നു വിടാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം വിദ്യാഭ്യാസ രീതിയിൽ. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല. ഞാൻ വാർത്തയിൽ കേട്ടതാണ് ചില കോഴ്സസ് ചെയ്യുന്ന മോറൽ സയൻസും സിവിക്സ് ഒക്കെ മാറ്റുന്നു എന്നുള്ളത്. അത് മാറ്റി സ്റ്റെം റിലേറ്റഡ്, നമുക്ക് സ്റ്റെം റിലേറ്റഡ് വേണം, പക്ഷേ അതേപോലെ തന്നെ മോറൽ സയൻസും സിവിക്സും നമുക്ക് വേണം. അത് നമ്മളത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഈ തുറച്ചുനോട്ടമായിരുന്നാലും മറ്റുള്ളവരുടെ പെരുമാറ്റമായിരുന്നാലും എന്ത് കാര്യങ്ങൾ നമ്മൾ നിസ്സാര സംഭവങ്ങളായിട്ട് ചിലപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കാം. അത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ഞാൻ എനിക്ക് എത്താം നമ്മുടെ റോബോട്ടിക് സ്കൂളിലേക്ക് പോയപ്പോൾ വേസ്റ്റ് ഇടുന്ന ഓരോ ഭാഗത്ത് അവർ ഓരോ പെട്ടി, മഞ്ഞയ്ക്ക് മഞ്ഞ, ചുമപ്പിന് ചുമപ്പ് ചെയ്ത് ചെറിയ പിള്ളേരുടെ അടുത്ത് തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ കണ്ടൊരു കാഴ്ച. അതെ, അത് എല്ലാവർക്കും ഒരു അവർ നമ്മൾ ഇംഗ്ലീഷിൽ സെക്കൻഡ് നേച്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്യാണെന്ന് പോലും അറിയുന്നില്ല. അവർ ഈ വേർതിരിച്ചിടുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു പഠനവും. ഇനി ചെറുപ്പത്തിൽ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബോധവൽക്കരണം ചെയ്യാൻ കഴിയണം. വലിയ വ്യക്തികളാണെങ്കിൽ അത് ബോധവൽക്കരണം ചെയ്ത് അതിനെ മാറ്റാൻ. നമ്മുടെ നാട്ടിലെ സെക്കൻഡ് പാർട്ട് ശരിക്കും ബോധവൽക്കരണത്തിലൂടെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വിദ്യാഭ്യാസത്തിന് നമ്മളൊരു എനിക്ക് തോന്നുന്നു 10-30-40% വരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയായിരിക്കും. അടുത്ത 20 വർഷത്തിൽ പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി. ഈവൻ നമ്മുടെ നാട്ടിൽ, പക്ഷെ നമ്മുടെ നാട്ടിൽ വേറൊരു പ്രശ്നം, ഞാൻ എൻ്റെ ക്ലാവ് തന്നെ, നമ്മുടെ മോൻ തന്നെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാൻ പോകുമ്പോൾ വരെ നമുക്ക് പേടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്കും ഉപകാരപ്പെട്ട രീതിയിലാണ് എല്ലാം നടക്കണം. റോഡായാലും ജനങ്ങൾക്ക് റോഡിൻ്റെ അപ്പുറത്ത് ജനങ്ങൾക്ക്, സാധാരണക്കാരൻ എല്ലാവർക്കും കാറും ബസ്സും ഇല്ലല്ലോ. സാധാരണക്കാരന് റണ്ണിങ് ചെയ്ത് പോകാനും, അതേമാതിരി കൈയില്ലാത്ത ആൾക്കാരും കയ്യില്ലാത്ത ആൾക്കാർ, വീൽ ചെയറിൽ പോകുന്ന ആൾക്കാർ, ഇവിടെ അങ്ങനെ ഒരു വകതിരിവ് നമ്മൾ അല്ലെങ്കിൽ വേർതിരിവ് നമ്മൾ കാണാൻ തന്നെ പോലും പറ്റില്ല. നമ്മളെക്കാൾ ഉഷാറായിട്ട് വീൽ ചെയറിലെ ആൾക്കാർ പോകണ കാണാം. അവർക്കുള്ള ട്രാക്ക്, നമ്മളെല്ലാവരും ഈ വിദേശത്ത് പോകുമ്പോൾ പറയും നമുക്ക് സൈക്കിൾ ട്രാക്ക് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ സേവ് ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ആകെ ഒരു റോഡ് പണിയുമ്പോൾ അതിൽ പിള്ളേർ സൈക്കിളും പോകണ്ടാവും, അപ്പുറത്ത് അപ്പാവൻ നടന്നു പോകണ്ടാവും, അവിടേക്ക് ബസ് വരുന്നുണ്ടാവും, ബസ് എടുത്ത് ഒരാളെടുത്ത് കൊണ്ടുപോകണ്ടാവും, അപ്പുറം ആൾ ഓവർടേക്ക് ചെയ്ത് ഒരു ഓട്ടോഷാര വരുന്നുണ്ടാവും, അപ്പോൾ അവനെടുത്തിട്ട് വേറെ ഇടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് ശരിക്കും അതിനാണ് നമുക്ക് ഭരണാധികാരികളുടെ ആ ഒരു പവർ കാണിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറേ അതൊന്നും എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് ഒരു ഇതായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷമാവുക ചെയ്യണത്. അല്ല, നമ്മൾ ഈ ഫ്യൂച്ചർ ഓഫ് കേരളയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചറിലെ സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് സാനപ്പം പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അത് രാഷ്ട്രത്തിന് വേണ്ടി കൂടെയാണ്. ഈ സംഭവങ്ങൾ ആണ് നമ്മളെ ഭാവി സമ്പദ്ഘടനയ്ക്ക് അവസ്ഥകൾ ഉണ്ടാക്കുന്ന. ഇപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളുണ്ടല്ലോ, ഈ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ യാത്രാ സമയം കുറയും, തടസ്സങ്ങൾ കുറയും. ഇതെല്ലാം കുറയുന്ന ഈ സമയം നമുക്ക് കൂടുതൽ കിട്ടും തോറും അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ വരുമാനം കൂട്ടും. അങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പീരിയൻസ് സുഗമമാകും, അല്ലേ? അവർക്ക് സൗകര്യമായിട്ട് നടന്നു പോകാനൊരു പാത ഉണ്ടാവുക. ഇപ്പോൾ വയ്യാത്ത ആൾക്കാർ തന്നെ വന്നാൽ തന്നെ അവരെല്ലായിടത്തും എത്തിപ്പെടുക. ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൈയും കാലും ഉള്ളവർക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും അതേപോലെ അനുഭവിക്കാം. നമ്മുടെ നാട്ടിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ കോടീശ്വരനാന്നുള്ളൊരു പൊട്ട ചിന്താഗതി ഉണ്ട്. അവർ ട്രാവൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാവും. ഈ 5000 കൊണ്ടാവും ഇന്ത്യ കാണാൻ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഞാനടക്കമുള്ള നമ്മളിപ്പോൾ ഞാനൊക്കെ ശരിക്കും പുറത്തേക്കൊക്കെ യാത്ര ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ കപ്പലിലൊക്കെ പോയപ്പോൾ നമുക്ക് ലോകം കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിലായ നമ്മൾ കണ്ടതൊന്നല്ല ലോകം. നമ്മൾ ഇനി ഓരോ സാധനങ്ങൾ ഓരോ ദിവസം ഓരോ കാഴ്ച കാണുന്നതൊക്കെ പുതിയ ലോകങ്ങളാണ്. നമ്മളൊരിക്കലും ഈ സാധനം കണ്ടു തീരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഊറ്റായിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഗ്രാമം പുല്ലഴി ഒരാൾ ഒരു സായിപ്പം മദാമി വന്നിറങ്ങി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നോക്കി നിന്ന് ഗർഭമുണ്ടാക്കുന്ന ആൾക്കാർ ഒരു സൈഡിലുണ്ടാവും.
പിന്നെ ഇവർ ഊറ്റിയെടുക്കാനായിട്ടൊരു ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു ബോധവൽക്കരണം, വിശാലം പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളും പല ആൾക്കാരും നമ്മുടെ അവിടെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഈ കൊടി പിടിക്കാനും ബസ്സുമിക്ക് കല്ലെറിയാനൊക്കെ ആയിട്ട് പോണതിൻ്റെ ഓരോ ഗ്രൂപ്പുകൾ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ ഓരോ ഗ്രൂപ്പുകൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല, പച്ചയിലൊന്നും ഇട്ടുണ്ടാകും ചുമപ്പയിലൊന്നും ഇട്ടുണ്ടാകും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ 2-3 ചേച്ചിമാർ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ വന്നൊരു കവറും കൊണ്ട് മേടിച്ച് കൊണ്ടുപോകും. ഇത് എന്തിനിടണം എന്തിനെ കൊണ്ടുപോകണമെന്ന് പോലും അറിയില്ല. 20 രൂപ കൊടുക്കുന്നുണ്ട്, 25 രൂപ അതിന് ഫീസ് മേടിക്കുന്നുണ്ട്. അതന്നെ 10 പ്രാക്ക് കൊടുത്തിട്ടുണ്ട് ഈ സാധനം കൊടുക്കണം എല്ലാവരും. ആ ഒരു ബോധവൽക്കരണത്തിനാണ് ശരിക്കും ഇനി അല്ല അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പലതും ഇങ്ങനെയാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ ഒരു പ്രോസസ്സുണ്ട്, സ്റ്റെപ്പ് ബൈ ആണ്. ഇത് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടുന്ന കണക്കുള്ള മൊത്തം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. ഡിവിഷനോ അങ്ങനെ ഡിവിഷനായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ അണികൾ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ രാഷ്ട്രത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം. എന്നാൽ മാത്രമേ ജനങ്ങളുടെ ഒരു വിശ്വാസവും ജനങ്ങളുടെ ഒരു സ്നേഹവും പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എവിടെയായിരുന്നാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിക്ക് എതിരെയുള്ള വോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അവൻ സഹായിച്ചില്ല, അപ്പം ഞങ്ങൾ സഹായിക്കാം. ജോലിക്ക് പോവാതിരിക്കുന്ന ആൾക്കാർ വരെ വന്നിട്ട് വീട്ടിൽ വെറുതെ കാശ് കൊടുത്തിട്ട് പോകുന്നുണ്ട് ചില സമയത്തൊക്കെ. ജോലിക്ക് ചിലപ്പോൾ അവന് ജോലിക്ക് പോകാനായിട്ട് ആരോഗ്യം ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കണേ. അപ്പോൾ ഇവര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുക. ഇപ്പം നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ സെപ്പറേറ്റ് ചെയ്യാതെ നമ്മൾ റീസൈക്കിൾ ചെയ്യേണ്ട കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്യാതെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റീസൈക്കിൾ എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിദേശ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഈ റീസൈക്കിൾ എക്കോണമി എന്ന് തന്നെ പറയും അതിനെ. അതായത് ഒരു സാധനം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് എത്ര നാളത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ സമ്പദ്ഘടനയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആൾക്കാർ ഇതിപ്പോൾ അതിലിട്ട എന്താ ഇതിലിട്ട എന്താ അങ്ങനെയല്ല. ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരുമിച്ചായി കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പോയി മൊത്തം ഒരു ലാൻഡ് ഫില്ല് കിടക്കും. ആ ലാൻഡ് ഫില്ല് കിടക്കുന്നുള്ള കുഴപ്പം എന്താണ്? നമ്മൾ ഒന്നാമതവിടെ ടോക്സിൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നശിച്ചു പോകും. ഇതിൽ നിന്ന് ഇറങ്ങുന്ന കെമിക്കലും സംഭവങ്ങളെല്ലാം വന്ന്. അപ്പോൾ ഇത് പ്രോസസ്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീസൈക്കിൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകും, ബാക്കിയുള്ളത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു. നമ്മളത് യുവാക്കൾ ഇതിനു വേണ്ടി ഇറങ്ങണം എന്ന് ഞാൻ പറയണത്. നമുക്ക് ഓരോ ഡിവിഷനിൽ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി അമ്മമാർക്കും ക്ലാസ് എല്ലാ ഞായറാഴ്ചയും ഓരോ സ്ഥലത്ത് ഓരോ ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു വിദേശത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ വാഴില്ല എന്ന് പറഞ്ഞത് ശരിക്കും മണ്ടത്തര. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നപ്പോൾ എന്തായിരുന്നു ആ 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ശരിക്കും എന്നൊക്കെ എല്ലാവരും സ്ട്രഗിൾ ചെയ്തു. പക്ഷേ എല്ലാവർക്കും ബോധവൽക്കരണം നടത്തി, പോലീസുകാരായാലും ബാക്കി എല്ലാവരും നിർത്തി മാസ്ക് ഇടിപ്പിച്ച് ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുത്തു ശരിക്കും. ഇല്ല, കാരണം അതെന്തുകൊണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലായി ഇത് ചെയ്തില്ലെങ്കിൽ ഉള്ള അപകടം എന്താണെന്ന് അവർക്ക്. അതാണ് ബോധവൽക്കരണം. ആ ബോധം വരുത്തുക എന്നുള്ളതാണ്. ആ ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കുട്ടികൾക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇന്നലെ ഞങ്ങൾ ഇന്നലെ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഞാൻ കുടിച്ച വെള്ളം കുപ്പി എന്നെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെറിയ ശരീരകത്തേക്ക് കയറിയപ്പോൾ ആ വെള്ളക്കുപ്പി പുറത്തേക്ക് ചാടിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കണ്ടില്ല. അപ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് ഓടിച്ചാടി ഇവൻ ഡോറ് തുറന്ന് സാധനം കുപ്പി എടുത്ത് വണ്ടിയിൽ ഉള്ളിൽ കയറ്റിട്ടു. അവൻ വരെ സന്തപ്പൻ അവൻ്റെ ഉള്ളിൽ കയറ്റിട്ടു. അപ്പം ഞാൻ ഈശോ നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റും. നമ്മൾ ഈ പ്രായത്തിൽ നമുക്കറിയാം, നമ്മളത് കാണുന്നില്ല അല്ലെങ്കിൽ നമ്മളതിന് പറ്റിയ അലേർട്ടല്ല. ഇവിടുത്തെ ആ കുട്ടികൾ ഇത്രയ്ക്കും ചെറുപ്പം 6 എത്ര വയസ്സാണ് 8 വയസ്സുള്ള കുട്ടിക്ക് അത്രയ്ക്ക് ബോധേടാണെങ്കിൽ ഒന്നാലോചിക്കും. ഇവിടുത്തെ വലിയ ആൾക്കാരുടെ ഒരു ബോധം. അതെ, അത് ഒരു നിസ്സാര സംഭവം പറയാൻ സാറിന്. ഇപ്പം നമ്മളിവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ് സെലിബ്രേഷന് പോയി. ഇൻഡിപെൻഡൻസ് സെലിബ്രേഷന് പോയി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡ് അത് ഇത് ഭക്ഷണം എല്ലാ സാധനവും എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ മുട്ടായിയുടെ ഇതായിരുന്നാലും ഫുഡുകളായിരുന്നാലും അതായിരുന്നു ഇതായിരുന്നാലും. അപ്പോൾ ഇങ്ങനെ കിടക്കുക. ഇത് ഫയർ വർക്ക്സ് കഴിഞ്ഞു. വെടിക്കെട്ട് ഗംഭീര വെടിക്കെട്ടായിരുന്നു. വെടിക്കെട്ട്
വെടിക്കെട്ട് കഴിഞ്ഞ് നമ്മള് എല്ലാവരും ഇവിടെ പെട്ടി മേശയൊക്കെ ഒതുക്കുക, എല്ലാവരും തിരിച്ചു പോകും. ഭയങ്കര ക്രൗഡാണ്. ഈ ഒരു ഏരിയത്ത് എല്ലാവരും ഉണ്ട് അവിടെ വെടിക്കെട്ടാണ്. നമ്മുടെ പൂരത്തിന്റെ 7 അയലത്തേക്ക് ഇല്ല, വേറെ കാര്യം. വെടിക്കെട്ട് കണ്ട് പുറത്തേക്ക് എല്ലാവരും പോയി. ഞങ്ങൾ ലാസ്റ്റ് പോണം, പിള്ളേരൊക്കെ എല്ലാവരും ലാസ്റ്റ് പോണം. ഞങ്ങള് ഈ പായും തലയോടയും മടക്കി വന്നപ്പോഴില്ലേ, ഞങ്ങളൊരു ഒരാഴ്ച മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മളന്ന് പോയി. അതേപോലെ ഇവിടെയും ഒരു കടലാസം ഒന്നുമില്ല, എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ക്ലീനാക്കി പോയി. ഒന്നും ആർക്കും ഒരു ശല്യമില്ല. ഇത്രയും വലിയ പരിപാടി അവിടെ നടന്നതെന്ന് ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അല്ല, എന്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണാൻ പോണ കിനാശ്ശേരി. ഇത് കേരളത്തില് നമ്മള് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് അടുത്ത ദിവസം ക്ലീനാക്കാൻ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ക്ലീനാക്കാൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു സിസ്റ്റത്തിലേക്ക് വരണം. നമ്മൾ ഒന്ന് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഉള്ളവർക്ക് ടെൻഷനാ. ഒരു സാധനം അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അത് ഇങ്ങനെ മനസ്സിലായില്ല, അത് കൊണ്ട് മറ്റേ ഇടേണ്ടടുത്ത് ഇട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അല്ല, അങ്ങനത്തെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ പറ്റും. നമ്മളിപ്പോ നമ്മൾ പുറത്ത് വന്ന് അത് കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ ബെഡിലില്ലാത്ത സംഭവം ഒന്നല്ല, നമ്മൾ വിദേശത്ത് മുമ്പ് ചെയ്യണം, നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ അത് ഓരോ ഡിവിഷനും ഓരോ 100 വീട് പോലെ അങ്ങനെ ഇട്ടിട്ട് വേണ്ട. അതിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണാധികാരികളുടെ കേസ് രാഷ്ട്രീയം പറയണമെന്നല്ല, ഭരണാധികാരികൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് ജനങ്ങളെ സേവിക്കാനായിട്ടുള്ളൊരു ഭരണം വരുന്നില്ലേ. ഇപ്പം നമുക്കിപ്പോൾ സന്തോഷം, ഗണേഷ് കുമാറൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയം ഒന്ന് മൈൻഡ് ചെയ്യണില്ലേ. പക്ഷെ ആളൊക്കെ പറഞ്ഞ ഓരോ രീതി പറയുമ്പോൾ നമ്മൾ അതൊരു സംഭവട്ടാ. ഇപ്പോൾ ലൈസൻസിനെ പറ്റി പറഞ്ഞു, നമ്മുടെ നാട്ടിൽ രാത്രി വണ്ടി ഓടിക്കാൻ പറ്റുമോ? നമുക്ക് കണ്ണിലേക്ക് അല്ലാണ്ട് ഒരു ചെറിയ ലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ അവൻ നീ എൻ്റെ കണ്ണിലേക്ക് അടിച്ചില്ല, നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി അടിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചടിക്കണം. അതൊക്കെ ശരിക്കും അതൊക്കെ കട്ട് ചെയ്ത് കളയണം. ലൈസൻസ് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് അതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. അപ്പം അങ്ങനത്തെ തീരുമാനം എടുക്കാൻ പറ്റിയ ഭരണാധികാരികളും അതിനനുസരിച്ചുള്ള ഐറ്റം വരുമ്പോൾ ഇപ്പം നമ്മൾ എന്നൊക്കെ പറയണം, നമ്മളേതാ സാധനം നോക്കറാന്ന് പറഞ്ഞ ആളാട്ടാ. അതന്നെ മാറ്റാ നമ്മള് സാൻഡപ്പൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഇംഗ്ലീഷ് പറയാറില്ലെങ്കിലും ഈ ഇടയിൽ കിട്ടുന്ന വാക്കുകളൊക്കെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞു തന്നെ. അപ്പം നമ്മൾ അലാസ്ക, ഞാൻ എൻ്റെ സ്ഥാപനം നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട് ഒരു സമൂഹത്തിന് പണിതിട്ടുള്ള നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ തന്നെ എനിക്ക് കളിയോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റേഡിയം പണിത്. അപ്പം അതിൽ ബാഡ്മിൻ്റൺ കോച്ചിങ് നടത്തുന്നുണ്ട്. 10-25 പിള്ളേർക്ക് കളിപ്പിക്കാനായിട്ട് കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാനായിട്ട് തൃശ്ശൂരത്തെ ഏറ്റവും ആദ്യത്തെ ഫുട്ബോൾ ടർഫാണ്. അന്ന് അത്രയും ഞാൻ റിസ്ക് എടുത്തിട്ട് കോഴിക്കോട് 100 കഴിഞ്ഞ് മലപ്പുറം 100 ടർഫ് അടിച്ചിട്ട് ആദ്യത്തെ ഫുട്ബോൾ ടർഫ് ഞാനാണ് പണിയാണ്. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് എടുത്ത് പണിത് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡ് ഇല്ല. ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് ഒളരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം 1.5 കിലോമീറ്റർ ഉള്ളിൽ ഞങ്ങളുടെ ഈ സ്റ്റേഡിയം പുല്ലഴി വരണേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പുല്ലഴിക്കുള്ളല്ലോ ബോർഡ് വെക്കാം, ബോർഡില്ല. പുല്ലഴി എന്നുള്ള പേര് എല്ലാവർക്കും വായുവിലുള്ളോ, ഈ എഴുത്തിലുള്ളോ, PO പുല്ലഴി എന്നുള്ളൊരു ബോർഡ് ഒളരിന്ന് ഇപ്പേ 8 കൊല്ലത്തിന് ശേഷമായി ഒരു ബോർഡില്ല. അപ്പം ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ നാട് അവസാനം ഒരു വലിയ പാലം ചെറുപാലം 2 ഡിവിഷൻ, തെക്കേ പുല്ല വടക്കേ പുല്ല. അപ്പോൾ ഈ ഞങ്ങളവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു അറ്റം 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഞങ്ങളുടെ. അപ്പോൾ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ. നമ്മുടെ പഴയ വീടുകളൊക്കെ കാണുമ്പോൾ പാലങ്ങളും അത്രയ്ക്കും നല്ല പാടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ചെറിയ പാലത്തിൻ്റെ അവിടെ നിന്ന് വലിയ പാലത്തേക്ക് ബോട്ടിങ് നടത്തണം. ഞാൻ അന്നത്തെ സമയത്ത് എൻ്റെ കയ്യിലിങ്ങനെ 6,000 രൂപ ചിലവാക്കിയിട്ട് ഞാൻ 3D ഒരു എക്കോ ടൂറിസത്തിനെ പറ്റി ഞാൻ ജയിച്ചു. എൻ്റെ കൺസെപ്റ്റ് എനിക്ക് അങ്ങനെ ഒരു സാധനം പണിയണം. അങ്ങനെ പണിത് കഴിഞ്ഞാൽ പുല്ലഴിക്ക് ആൾക്കാർ എത്തിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേഡിയം കളിക്കാനായിട്ട് വന്നപ്പോൾ പുറമെ നിന്നുള്ള ആൾക്കാർ പുല്ലഴിക്ക് വന്നു തുടങ്ങി. പുല്ലഴിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുല്ലഴിക്ക് ആൾക്കാർ മാത്രമേ വരുള്ളൂ, പുറമെ നിന്ന് ആരും ക്രോസ് ചെയ്യലിൻ്റെ ഉള്ളൂ. ഇത് ആവശ്യം ഇവിടെ ഒന്ന് അടിഞ്ഞു കൂടും, പിന്നെ തിരിച്ചു പോയിട്ട് ഇങ്ങനെയുള്ളൂ. അപ്പോൾ പുറമെ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ കടക്കാർക്ക് കച്ചവടം കൂടി, കളിക്കാൻ ആൾക്കാർ വെള്ളം അടിക്കാൻ പോയി, ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഒരു ഇണക്കം വന്നു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മനസ്സിൽ വിചാരിച്ചു, നമ്മുടെ നാട്ടിലേക്ക് ഇന്ന ആൾക്കാർ ടൂറിസത്തിൻ്റെ പേര് കണക്ഷൻ വരണം, അപ്പം നമുക്ക് ആൾക്കാർ ഇന്നും കൊണ്ടുവരണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോൾ ഞാനൊരു ഈ 3D ഉണ്ടാക്കി. അതിൽ കൊട്ടവഞ്ചി ഉണ്ട്, അതിലൊരു 45-50 അടി ഒരു ആനയുടെ പ്രതിമയുണ്ട് അതിനുള്ളിൽ. പറഞ്ഞു വിശ്വസിക്കും. ആ പാടത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, പാടത്തിൻ്റെയും പാടത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നമ്മൾ 50 അടിയിൽ ഒരു വലിയൊരു ആനേനെ, തൃശ്ശൂരുകാർക്ക് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞ പ്രാന്ത സംഭവം. നമ്മൾ ആനേനെ വെടിവെക്കാനായിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും സാഹചര്യം വരെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിന് എന്തോരം പ്രശ്നം ഉണ്ടായി, അത് മാറ്റി നിർത്തിയോ. അന്ന് ഞാൻ ആനേനെ ഒരു പ്രതിമ ഉണ്ടാക്കണമെന്ന് നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും സ്ട്രൈക്ക് ചെയ്യണം. അപ്പം ഞങ്ങളുടെ പാടത്ത് നിന്ന് വേറെ ഗുണമെന്ന് വെച്ചാൽ ലുല്ലു അല്ലെങ്കിൽ ശോഭ സിറ്റി നോക്കി കഴിഞ്ഞാൽ ആനേനെ കാണണം. അങ്ങനത്തെ പ്രൊജക്റ്റ്. പിന്നെ വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് ആനയുടെ മുകളിൽ കയറി കാണാം. അവിടെ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ തകർത്തിരിക്കും അങ്ങനെ കാണാവുന്ന രീതിയിലുള്ള തൃശ്ശൂർ കാണാൻ പറ്റില്ല, അകത്തൂടെ ആനയുടെ ഉള്ളിൽ കൂടെ ആൾക്കാർ പാലത്തിന്റെ അപ്പുറത്തായ കാരണം ഒരു
ഒരു 500 മീറ്റർ മുമ്പ് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മുമ്പ് ഈ ആനനെ കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പ്രതിമ നിർത്തി നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാം. നമുക്ക് പ്രതിമ ഇല്ലാണ്ട് വരില്ല. ഇപ്പം ഞാൻ അമേരിക്കയ്ക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ പാരീസിലേക്ക് പോകണു. അമേരിക്കയ്ക്ക് വന്നാൽ ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, ഇതൊക്കെ മാറ്റങ്ങള്. പാരീസിൽ പോയി ഈഫിൾ ടവർ, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഭരണാധികാരികൾ അന്നും പട്ടിണിയും കിട്ടിനൊക്കെ പോണത് സാധനം തന്നെയാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മളൊരു അട്രാക്ഷൻ എപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഞാനിത് 3D ഒക്കെ അടിച്ച് അവിടുത്തെ ഞങ്ങളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഭരണാധികാരിക്ക് കൊടുത്തു. അത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ അതിന് കൂടെ ഞാൻ പറഞ്ഞു അലാസ്ക, ഇപ്പം ഞങ്ങളുടെ സ്റ്റേഡിയം, ഇപ്പം നമ്മളാണല്ലോ അതിൻ്റെ ഒരു, അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റേഡിയത്തിന് നമ്മൾ സ്പോൺസർ ചെയ്യാം. പുല്ലഴി എന്നുള്ളൊരു ബോർഡ് ഞാൻ വെക്കട്ടെ. പുല്ലഴി വെൽക്കം ടു അലാസ്ക ബാഡ്മിൻ്റൺ അക്കാഡമി. നമ്മളൊരു സ്കൂളെ നടത്തണം. നമ്മൾ അതിൽ നിന്ന് തുച്ഛമായൊരു വരുമാനം നമുക്കുള്ളൂ. നമുക്ക് ആ പൈസന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികൾ ബാഡ്മിൻ്റനോട് താല്പര്യം കൊണ്ടും ഫുട്ബോളിന് താല്പര്യം കൊണ്ടൊക്കെ ഇത് പണിത് നമ്മൾ ഒരു ഇഷ്ടം കൊണ്ട്. എൻ്റെ വീട്ടിൽ അത്രയ്ക്കും അഗെയിൻസ്റ്റ് ആയിരുന്നു അതൊക്കെ പണിയുമ്പോൾ. വൈഫ് മാത്രം അന്ന് സപ്പോർട്ട്, പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്പോർട്സിനോടുള്ളൊരു ഞാനൊരു സ്പോർട്സ്മാനാണ്, അപ്പോൾ എനിക്കത് വേണം. അപ്പോൾ ആ ഒരു ചെറിയൊരു കാര്യം. പിന്നെ പാടത്തിൻ്റെ അവിടേക്ക് ബോട്ടിങ് ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, ബാക്കി ഫുഡ് കോർണർ ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ബോർഡ് വെക്കാനായിട്ട് അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ് നോക്കിയുള്ളൂ, അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞു പ്രൈവറ്റ്, ഞാൻ പൈസ അടയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 1000 രൂപ ഒരു മാസം നമുക്ക് ഗവൺമെൻറ് കൊടുക്കാം. അത് നമ്മളത് ജനങ്ങൾക്കാണ് ചെയ്തു കൊടുക്കണമെങ്കിലും അത് ഇവരെ പാർട്ടി വഴിക്ക് അല്ലെങ്കിൽ ഇവരുടെ വഴിക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് അത് തട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തുണ്ടായി, ഇപ്പോൾ 8 കൊല്ലം കഴിഞ്ഞു. 8 കൊല്ലം റോഡൊക്കെ നശിച്ചിട്ട് നാരായണഗഡ് ഈ അടുത്തിന് ടാറിങ് നടത്തിയ. ഇപ്പോൾ പുല്ലഴി എവിടെയാണ്, വളരി എവിടെയാണ്, അയ്യന്തോളം എവിടെയാണെന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ബോർഡ് വെച്ചിട്ടുണ്ട് എത്ര കിലോമീറ്റർ. ഞാൻ ഈ പ്രൊജക്റ്റ് 2 കൊല്ലം കൊണ്ടു നടന്നു. ഞാൻ എന്നിട്ട് കോർപ്പറേഷനിൽ പോയിട്ട് ചോദിച്ചു, ചേട്ടാ അതൊരു ബോർഡ് വെക്കട്ടെ, അതിന് എന്നിട്ട് ചെയ്യേണ്ടത് അത് ഇന്നാളെ പോയി കാണും. ഇതിന് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന്. അപ്പം നമുക്ക് ഒരു മടുപ്പാണ് ശരിക്കും ഇതിനോട് വരുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമുക്കിപ്പോഴും എന്തൊക്കെ നമ്മുടെ അപ്പനമ്മയും നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മൾ അപ്പനമ്മേനും കൊണ്ട് മാറ്റി തീർത്തും. അപ്പം നമ്മളതേപോലെ നമ്മുടെ നാടിന് എത്ര കുറ്റം പറഞ്ഞാലും തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് തന്നെ വരണം, നാടായിട്ട് കണക്ട് ചെയ്യണം, നാടിന് എന്തെങ്കിലും ചെയ്യണം, നാടിന് ലോകം മൊത്തം കാണിക്കണം. ഇപ്പം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെയുള്ള ആൾക്കാരെ നമ്മുടെ നാട് കാണിക്കും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിലത്തെ ആള് വരുമ്പോൾ നമ്മൾ പ്രൗഢിയോട് പറയാം, വാട മോനെ കാണിച്ചു തരാം. ആ സാധനത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഒരു സാധനം വന്നില്ലെങ്കിൽ കാര്യമില്ല. അതെ, അല്ല അതിനു വേണ്ടി നമ്മളിപ്പോൾ ഈ ചർച്ചകൾ ചെയ്യുന്നതും ഇന്ന് നമ്മളിത് ഫ്യൂച്ചർ ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പേര് സജസ്റ്റ് ചെയ്ത് സനപ്പൻ സജസ്റ്റ് ചെയ്തത് വളരെ ഞാനൊരു 3-4 എപ്പിസോഡ് അതെ നമ്മൾ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ നമ്മളൊരു ഒപ്പീനിയൻ പറയണം. നമുക്ക് എന്നെ സംബന്ധിച്ചോളം നമുക്കിത് വിളിച്ചു പറയാനായിട്ടുള്ളൊരു അവസരം. അല്ല അത് തീർച്ചയായിട്ടും ഒരു നിത്യേന ഉള്ളൊരു സംഭാഷണം ആക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ചർച്ച ചെയ്ത് അതിൽ കുറച്ച് പേർക്കെങ്കിലും അതിനോട് ഒരു സീരിയസ് ആയിട്ട് ഇപ്പം നമ്മൾ ബോധവൽക്കരണമൊന്നും വെറുതെ പറഞ്ഞാൽ പോരാ. ഇപ്പം ഞാൻ വേസ്റ്റ് മാനേജ്മെൻറ്റിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പച്ചയും മഞ്ഞയും കളർ വെച്ചു. അപ്പോൾ അത് എനിക്ക് കളർ അറിയില്ല, പക്ഷെ എന്നാലും രണ്ട് നിറമാണെന്ന് വെച്ചോ. ഈ നിറം വെച്ച് മാത്രം പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അണികളെ കൊണ്ട് ചെയ്യിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പച്ചയിലിടേണ്ട സാധനങ്ങൾ എന്താണ്, അതിൻ്റെ പടങ്ങൾ വരച്ചിട്ട് അതൊരു ലേബൽ പോലെ അവിടെ ഒട്ടിക്കുക. ഈ ഇതിലിടേണ്ട സംഭവങ്ങൾ എന്താണ്, അതിൻ്റെ മൊത്തം പടങ്ങൾ വരച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ ന്യൂസ് പേപ്പറാണ്, ഇത് ഇന്ന ക്യാനാണ്, ഇത് അടപ്പ് ഇതിലിടണം, മറ്റേലിടണം. അപ്പോൾ എന്നുള്ള പിക്ചർ വെക്കുമ്പോൾ ആ അമ്മമാർക്ക് സ്ട്രൈക്ക് ആവും. അപ്പോൾ അവർ കൊണ്ടിടാൻ പോകുമ്പോൾ ഇതിവിടെ പടത്തിലൂടെ വെക്കുന്നു. അതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ പല കാര്യങ്ങളിലും ഇതേപോലെ ചെറിയ ചെറിയ കാര്യം. അതൊരു മാസം എനിക്ക് വേണം വളണ്ടിയർ ആയിട്ട്. ഇപ്പം നമ്മുടെ ആഴ്ചയിലെ ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് അവസരം വന്നു. വളണ്ടിയേഴ്സായിട്ട് നമ്മൾ 2 പേരെ നിർത്തിയാലും എന്തായാലും നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ രാഷ്ട്രീയ ആയാലും എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡപ്പാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു സാരം. കമ്മ്യൂണിറ്റിയിലെ ഒരു വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടും LDF ആയിക്കോട്ടെ. അപ്പോൾ ഈ സാധനം ഒരു മാസം 2 മാസം ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ പറഞ്ഞു കൊടുക്കാനായിട്ട് വേസ്റ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയാലും വളണ്ടിയറായിട്ട് കൊണ്ട് നിർത്തിയാലും പരിപാടി നടക്കും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരിക്കും വർക്കൗട്ട് ആവണമെന്നിരിക്കും. അതൊക്കെ തുടക്കം വരണ്ടേ. വേസ്റ്റ് ഇല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യുന്ന തുടങ്ങണം. നമ്മൾ തന്നെ അഴുക്കിന്ന് തുടങ്ങിയ ആളല്ലേ. ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇത് നമ്മൾ ഏത് മേഖലയിൽ നമ്മൾ എടുത്താലും ഇതേപോലുള്ള ചെറിയ ചെറിയ പ്രാക്ടിക്കൽ ചെറിയ ചെറിയ നുറുങ്ങുകളുണ്ടാവും. ബോധവൽക്കരണം ബോധവൽക്കരണം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ
ചില ആൾക്കാരുണ്ട് അങ്ങനെ പറയുന്നത്, ഇതൊക്കെ എപ്പോൾ ബോധം ഇതൊക്കെ ഇങ്ങനെ പറയാൻ മാത്രം കൊള്ളാം. അങ്ങനെയല്ല, അത് പ്രാവർത്തികമാക്കണം. നമ്മളുടെ ഈ പരിപാടി കേട്ടിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അതിൽ പ്രചോദനം തോന്നി എന്തെങ്കിലും ഇതേപോലുള്ള ആക്ടിവിറ്റി സംഘടിപ്പിച്ച് ചെയ്യാൻ രാഷ്ട്രീയത്തിൽ പിള്ളേർ അങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് വീണ്ടും വന്നു. നമുക്ക് ഞാൻ ഈ വർത്തമാനം പറയാനും ആൾക്കാരായിട്ട് വളവള പറയാനായിട്ടുള്ളൊരു എനിക്കുള്ള കഴിവ് വന്നത്, ഞാൻ പള്ളിയായിട്ട് നമ്മൾ പള്ളിക്കൂടം, നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പള്ളിക്കൂടത്തിൽ പോയി നമ്മൾ ഓരോ സംഘടനയിൽ വർക്ക് ചെയ്തു, വിൻസെൻ്റ് പോൾ വർക്ക് ചെയ്തു, CLCയിൽ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ബിൽഡപ്പ് ആകുമ്പോൾ വെച്ചാൽ നമ്മൾ ടീം വർക്ക് കിട്ടും. നമ്മൾ എല്ലാവരും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏത് പിരിവിന് മുമ്പ് 1000 മേടിക്കുന്നിടത്ത് നമ്മൾ 2000 മേടിച്ചിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു സ്കില്ല് നമുക്ക് ചെറുപ്പം മുതലേ വരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആ സാധനം വളരെ കുറവ്. ഇപ്പോൾ അണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ബോംബ് ഇടണോ അല്ലെങ്കിൽ അത് ചെയ്യണത് ചെയ്യണു, കുറേ കള്ള് മേടിച്ചു കൊടുക്കണം. ഈ പരിപാടിയിലേക്ക് അണികൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളിയിൽ തന്നെ ആ ഗ്രൂപ്പൊക്കെ മാറി. ഇപ്പോൾ CLC സംഘടന ഒക്കെ ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് അല്ല. ഒരു അധികം കുറേ പള്ളികളുണ്ട്, എന്നാലും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതൊരു ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തുമ്പോൾ തന്നെ ആൾക്കാരെ വോട്ട് കിട്ടും. അല്ല, അത് അങ്ങനെ വോട്ട് മേടിപ്പിക്കാന്ന് ഞാൻ പറയണത് ശരിക്കും. അതെ, അത് അങ്ങനെ നല്ല പ്രവൃത്തി ചെയ്ത് അതിനുള്ള വോട്ടായിരിക്കും അതിൽ കോമ്പറ്റീഷൻ വരട്ടെ, അതിൽ കോമ്പറ്റീഷൻ വരണം. അതിൽ ഏറ്റവും മികച്ചതായിട്ട് അപ്പോൾ ജനങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു ഊർജ്ജം ഉണ്ടാവും. നമ്മുടെ നാട് നന്നാവുമ്പോൾ ഞങ്ങൾ നാളെ നേരെയാവും. നമ്മുടെ റോഡ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ നമുക്ക് വഴി വെട്ടാനായിട്ട് ഗവൺമെൻറ് കാശില്ല. നമ്മൾ ഇത്രയും ടാക്സ് പിരിക്കണം, നമ്മൾ കാശില്ല എന്ന് വിചാരിച്ചോ. കാശില്ലാണ്ടായാലും ഒരു വടി വെട്ടി ഇപ്പം എനിക്കൊരു വേലി കെട്ടാം. എനിക്കൊരു പ്രതിഷേധം നടത്തുന്ന ആഗ്രഹം ഉണ്ട്. നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ റോഡിന് ചുറ്റും വേലി കെട്ടാം, വെറുതെ ഒരു വേലി കെട്ടാം. അപ്പുറത്ത് ഒരാൾക്ക് നടന്നു പോകുമ്പോൾ എന്നെ വണ്ടി ഇടിക്കില്ല എന്നൊരു തോന്നലുണ്ടാക്കിയാൽ മതി. അവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കും അവിടെ അപ്പുറത്ത് റോഡ് നടക്കാനായിട്ട് ടാർ റോഡ് ഇട്ടില്ലെങ്കിലും സൈക്കിൾ ചോട്ടാനായിട്ട് ടാർ റോഡ് അപ്പുറത്ത് ഇത്ര വലിയ കോൺക്രീറ്റ് നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യണ പോലെ ചെയ്തില്ലെങ്കിലും അവർക്ക് പ്രൈവറ്റ് ആയിട്ട് നടക്കാനായിട്ട് ഒരു പാത്ത് വേ ഉണ്ടാക്കി കൊടുത്താലും മതി ശരിക്കും. അങ്ങനത്തെ ഗ്രൂപ്പ്സും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്ത് കൊടുക്കണം. വന്നു കഴിഞ്ഞാൽ തന്നെ അതല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചി എയർപോർട്ട് പോലത്തെ വലിയ പദ്ധതികൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ. അതിന് പുറമെ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മറ്റേ ജയസൂര്യ റോഡ് ടാറിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസും ബഹളമൊക്കെ ആയല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പായിട്ട് ഒഫീഷ്യലായിട്ട് ചെയ്യാൻ പറ്റും. ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനല്ല രാഷ്ട്രീയമല്ല, നമുക്ക് നമ്മളെ ജനങ്ങളെ സഹായിക്കാനുള്ള രാഷ്ട്രീയമാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ടൂറിസത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇടുക്കിയിലാണെങ്കിലും എറണാകുളത്താണ് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ആലപ്പുഴ ഒന്ന് ബൈ ഫ്ലൈ ഒന്ന് ചെയ്ത് കാണണം എന്നൊരു കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ ഫ്രഞ്ച് ഗായത്രി ഇത് പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ പൂരം നമുക്ക് ഹെലികോപ്റ്ററിൽ കാണണം. വിശാലനായിട്ട് പോയി കാണും. അങ്ങനെ ഒരു സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ ഇട്ടിട്ട് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഹെലികോപ്റ്ററിൽ ഇത്ര ദൂരത്ത് അതിൻ്റെ ഒരു റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ആനകളൊക്കെ അല്ലെങ്കിൽ റെഗുലേഷൻ അതിൻ്റെ ഒരു ദൂരത്ത് നിന്ന് മോളിൽ നിന്ന് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വിശാലേട്ടൻ എത്ര രൂപ കൊടുത്തിട്ടാലും കാണാൻ അല്ല അത് കാണും. അതൊരു ആൾക്കാർ വേണ്ട, മലയാളികൾ തന്നെ കാണും. അത് പിന്നെ അതിൻ്റെ റെഗുലേഷനും കാര്യങ്ങളും അതിൻ്റെ നമ്മളുടെ വൈകാരികതയും എല്ലാം ഉൾക്കൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ട് ഈ ശബ്ദമോ ഇത് കാറ്റോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതും ഒരു വേറൊരു എക്സ്പീരിയൻസാണ്. പിന്നെ അത് അങ്ങനത്തെ ഈ സായിപ്പന്മാർക്കും മതാമാർക്കും നമ്മൾ കണ്ടിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന് വേണ്ട. ഇപ്പം ഞാൻ അമേരിക്കയിൽ വന്നു, സിയാറ്റിലെത്തി. ഞാൻ ആദ്യം ചേട്ടനോട് പറഞ്ഞത് ഇവിടെയാണ് അമേരിക്കത്തെ ഏറ്റവും ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കണം അല്ലേ. ചേട്ടൻ തന്നെ പറഞ്ഞു ഒറിജിനൽ ട്രൈബ്സ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാരും ബാക്കിയുള്ള അടിച്ചമർത്തി ഓരോ സൈഡിലേക്ക് വിട്ടിട്ട് ഇപ്പോഴും 10,000 വർഷം മുമ്പുള്ള അമേരിക്കൻസ് ഇവിടെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് വിചാരിച്ച അമേരിക്കക്കാർ കൂടെ പോയി താമസിക്കണം, അമേരിക്കക്കാരെ ഫുഡ് കഴിക്കണം, അമേരിക്കക്കാർ കൂടെ ഒരു ദിവസം എന്താ പറയുക അവരുടെ ഡോക്യുമെന്റ് ചെയ്യണം, അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ഒറിജിനൽ ഫസ്റ്റ് നേഷൻ അമേരിക്കൻ അവരെ കാണണം. അപ്പം നമ്മുടെ നാട്ടിലും നമ്മുടെ ആകുടി ആലപ്പുഴയും മൂന്നാറും അല്ലെങ്കിൽ നമ്മുടെ അതിരപ്പള്ളി കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞർത്ഥം. നമ്മൾ ട്രഡീഷണലി ഇപ്പം നമ്മൾ കഥകളിയും അല്ലെങ്കിൽ തയ്യൊക്കെ ആൾക്കാർ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ടീമുണ്ട്. പക്ഷേ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിൽ താമസിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാടം കണ്ടു, ആ പാടത്ത് പോയിട്ട് നെല്ലെങ്ങനെ കതിരി വെക്കുന്നു. ഇപ്പം നമ്മുടെ യൂറോപ്പിൽ നിന്ന് ആൾക്കാർക്ക് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു ചെടീനെ പറ്റിയിട്ട് അറിവുണ്ടാവില്ല. അപ്പോൾ
യൂറോപ്യൻസ് വരുന്നു. അമേരിക്ക പിന്നെ നമുക്ക് ഈ കോസ്റ്റാറിക്കയ്ക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. യൂറോപ്യൻസിന് നമുക്ക് വരുമ്പോൾ നെല്ല് കതിര് എങ്ങനെയാണ്, അല്ലെങ്കിൽ കതിര് എവിടുന്ന് കള പറിക്കുന്നത്, അല്ലെങ്കിൽ എവിടുന്ന് ഈ വെള്ളം അങ്ങോട്ട് പോകണം. ഇപ്പം നെല്ല് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യം. അവർക്ക് അത് ഫോട്ടോ എടുത്തിട്ട് അത് കാണിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. മൂന്നാറ് വന്നു മറ്റേ യൂറോപ്പിലെ തണുപ്പ് വീണ്ടും നമ്മൾ മൂന്നാറ് കാണിച്ചു കൊടുത്ത്, കുറേ തേയില കാണിച്ചു കൊടുത്തു. നല്ല തന്നെ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാറാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് മൂന്നാറ്. ഞാൻ പറഞ്ഞ ടൂറിസത്തിനെ കണക്ട് ചെയ്യാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അതെ, അല്ല ട്രൈബൽ നമ്മളെ നാട്ടിൽ ഒരുപാട് നമുക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈയിടയ്ക്ക് ഓരോ പരിപാടികൾ കാണുമ്പോഴാണ് ഇപ്പോൾ പൊന്മുടി ഏരിയയിൽ ഇങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അവരുടെ ഇവിടെയും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ട്രൈബലായിട്ട് കഴിയുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടം അനുസരിച്ച്, അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും ഒരു അവരുടെ കാര്യങ്ങൾ അവിടെ നിന്ന്. അപ്പോൾ അത് കാരണം എന്താണ്, അവർക്ക് ഒരു വരുമാനം ഉണ്ടാവും. നമ്മൾ ഈ പാവപ്പെട്ട മധുവിന് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് ഇതേപോലെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മാത്രമാണ് മധുവിന്റെ കേസൊക്കെ വളരെ സങ്കടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒന്നും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധവൽക്കരണം ഇത് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഇവരിലും ഒരു സാമ്പത്തിക സുരക്ഷ വരും. മനസ്സിലായില്ലേ? അപ്പൊ ആ സാമ്പത്തിക സുരക്ഷ വരാനുള്ള വഴി നമ്മൾ ഒരുക്കണം. എന്നാൽ അവരുടെ പാരമ്പര്യമോ സംസ്കൃതിയോ ഒന്നും നശിപ്പിക്കാനും പാടില്ല. നമ്മളെ പറയും ട്രൈബൽ ആൾക്കാർ അവരവരുടെ ലൈഫിൽ ജീവിക്കണം, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ആൾക്കാരും കാണിക്കാൻ പാടില്ല. പക്ഷെ അവർക്ക് ജീവിക്കണമെങ്കിൽ അവരെ സ്കൂളിൽ പഠിപ്പിക്കണം, അവരെ പിള്ളേരെ പഠിപ്പിക്കണമെങ്കിലും ചോറുണ്ടെങ്കിലും ഒക്കെ അത് പൈസ തന്നെ വേണമല്ലോ. ഇല്ല, അവര് ഭക്ഷണം ഉണ്ടായിക്കോട്ടെ, ആ ഭക്ഷണം നമുക്ക് പോയി കഴിക്കാമല്ലോ. ഞാൻ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നമുക്ക് ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ പോയി കഴിക്കാൻ. ഞാൻ താഴെ ഇറങ്ങി എന്ന് വെച്ചാൽ അവിടെ ഒരു ട്രൈബൽ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ ഇതേപോലെ ഉച്ചയ്ക്ക് ഊണ്, അപ്പോൾ അവിടെ ബാക്കിൽ നിന്ന് തോട്ടിൽ നിന്ന് അവർ മീൻ പിടിക്കും, മീനൊക്കെ പിടിച്ച് പൊരിച്ച് ഇങ്ങനെ. അത് അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഒരു ഊണ് മീൻ ഉൾപ്പെടെ ഞാൻ കഴിക്കുന്ന 2001-2002 കാലഘട്ടത്തിൽ 5 രൂപയാ. 5 രൂപയ്ക്ക് അന്ന് വേറെ ഒരിടത്തും ഇല്ല ഊണും മീനും. പക്ഷേ ആ 5 രൂപ മതി അവർക്ക്. അത് അവരൊരു മാസം അവരുടെ ഒരു വരുമാനമായി. പൈസ പുറമെന്ന് വന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതെ, അവരൊറ്റയ്ക്ക് വിട്, കാട്ടിലവരെ വിട്, അവരുടെ നമ്മളെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവര് നശിച്ച്, അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ വന്ന് അവരുടെ ഇപ്പൊ ട്രൈബലായിട്ടുള്ള എത്ര ആൾക്കാർ വിദേശത്ത് പോയി പഠിക്കുന്നു. ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ജർമ്മനിയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ട്രൈബലിലാണ്, എന്നെ ട്രൈബൽ വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനിപ്പോൾ ആ ട്രൈബൽ നമ്മൾ ഇന്റർനാഷണൽ വീഡിയോ എന്നൊക്കെ കുറേ ട്രൈബലിൽ കയറുമ്പോഴാവും നമുക്ക് അടുത്ത വല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് നോക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പം ഞാൻ ഈ ട്രൈബൽ ഡേയ്സ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഈസ്റ്റ് കോസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. നമ്മൾ ഗ്രീൻ ബുക്ക് ആഫ്രിക്കയിലേക്ക് ടൂർ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഇന്ത്യയിലേക്ക് ടൂർ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. 7 അമേരിക്കക്കാരെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ഞാൻ കേട്ടപ്പോൾ ഷോക്കായി. ഞാൻ അതുപോലെ ആഫ്രിക്ക യൂറോപ്പൊക്കെ പറയണമെങ്കിൽ അടിക്കാം, സെറ്റാക്കാം. ആമസോണിലും സെറ്റാണല്ലോ, ആമസോൺ പിടിക്കാം. പക്ഷേ ഇവർ പറഞ്ഞു ഇന്ത്യയിലേക്ക് ടൂർ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് ടൂർ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയില്ലല്ലോ, ഇന്ത്യയിലേക്ക് ടൂർ കൊണ്ടുപോകാലോ, അതെന്തായാലും കൊണ്ടുപോകാലോ. അപ്പോൾ ആൾ പറഞ്ഞു എന്തൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ മാപ്പിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു റോ ആയിട്ട് സാധനം കൊടുക്കാം. അപ്പോൾ അതിന് റൈറ്റ്നറി കൊടുത്തു. അപ്പോൾ അവർ അതിന് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അവർ ഈ ഒക്ടോബറിൽ വരും, ഒക്ടോബർ ആഴ്ച നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ തന്നെ പോയി അത് അവരെ കാണിക്കുന്നു, കേരളം കാണിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാം, അവരെ സംബന്ധം നമുക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ 7 പേരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ. അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന്. ഇപ്പം മഡഗാസ്കറിൽ ഞാൻ പോയി, നമ്മൾ ലാസ്റ്റ് സ്വർണ്ണം എടുക്കാൻ പോയി. സ്വർണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഷൂട്ട് ചെയ്യാനായിട്ട് പോയി. ഷൂട്ട് ചെയ്ത് ഈശോ മറ്റേ ടീം വന്നിട്ട് പറയും കുറെ സ്വർണ്ണം ഗനികളിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഞങ്ങളൊരു മീൻ മറ്റേ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ ട്രൈബൽ ഒരു വില്ലേജ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വീഡിയോയിലൊക്കെ പകുതി കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ വഞ്ചിയിൽ പോയിട്ട് വേണം, ഒരു അരമണിക്കൂർ വഞ്ചിയിൽ യാത്ര ചെയ്തിട്ട് വേണം ആ ട്രൈബൽ വില്ലേജിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ആ മൂപ്പന് നമ്മൾ ആ ട്രൈബലിൽ അവിടെ എല്ലാവർക്കും അറിയാം അവിടെ വിദേശത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ആ ട്രൈബലിൽ എല്ലാവർക്കും അറിയാം നമ്മൾ വഞ്ചിയിൽ വരുമ്പോൾ നമ്മൾ പുതിയ ഒരാളല്ലേ. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അറിയാലോ, ആഫ്രിക്കയിലത്തെ നമ്മുടെ നിറം ഇത് കണ്ടു നമ്മുടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കല. ഒരാൾ പോലും ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മളെ വന്നിട്ടില്ല. നമ്മുടെ കൂടെ ആ വഞ്ചിക്കാരൻ, നമ്മുടെ ഗൈഡ്, ആ വഞ്ചിക്കാരൻ നമ്മൾ പൈസ കൊടുത്ത്
ആ ട്രൈബ് മറ്റേ ട്രൈബിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആ മത്സ്യബന്ധന ട്രൈബിൻ്റെ ഉള്ളിൽ കയറി മൂപ്പനെ കണ്ടു. മൂപ്പനൊരു പൈസ നമ്മൾ അവിടുത്തെ ഇതിനു വേണ്ടി കൊടുത്തു. അപ്പോൾ ആ പൈസ അവരെന്ത് ചെയ്തു, ആ ട്രൈബൽ ജനങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്കുള്ള ചിലവായിട്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ അങ്ങനെയുണ്ട് നമുക്കൊരു ടൂറിസം മേഖല. നമ്മുടെ നാട്ടിൽ ജോലിയില്ല, ഇതില്ല എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും അടുത്തൊരു ജനറേഷന് ടൂറിസമായിട്ട് കണക്ട് ചെയ്ത് ഗൈഡ് ആവാൻ പറ്റിയെങ്കിൽ ഭയങ്കര ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. വെറൈറ്റി കണ്ടന്റ് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ വരെയെന്ന് വെച്ചാൽ ഇതിൽ റെഗുലേഷൻസ് കൊണ്ടുവരണം. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിനുള്ള ലൈസൻസിങ് ആയിരുന്നാലും അതിൻ്റെ പെർമിഷൻസ് ആയിരുന്നാലും അതെല്ലാം ഗവൺമെൻറ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു ട്രൈബ് അവർ ഇങ്ങനെ എല്ലാവരും വന്ന് കയറി ഇതിനൊക്കെ ഓരോ ട്രൈബിനും അവരുടെ ഓഫീസുകളുണ്ട്. അപ്പോൾ ആ ഓഫീസുകളിൽ പോയി പെർമിഷൻ എടുത്ത് അതുവഴിയെ നമുക്ക് അത് ഗൈഡ് ചെയ്തോളും. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പോയി പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ തന്നിട്ട് നമ്മളെ പെർമിഷൻ ഇടുന്ന ദിവസം തുറന്നുണ്ടാവില്ല, നമുക്ക് അവിടുത്തെ നമ്പർ ഉണ്ടാവില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് 5 കിലോമീറ്റർ പോയി 10 കിലോമീറ്റർ പോയില്ല ഈ പെർമിഷൻ ഇടുന്ന സ്ഥലത്തേക്ക് എത്തല്ലോ. പക്ഷെ അതൊക്കെ സിസ്റ്റം ആക്കിയിട്ട് ഈ ഗൈഡുമാരെല്ലാം റെഡി ആക്കി കൊടുത്ത്, അപ്പോൾ നമ്മൾ ആഫ്രിക്കയ്ക്ക് ഓരോ നാഷണൽ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ പോണ വഴിക്ക് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ ടിക്കറ്റ് തരാം, അത് നമ്മൾ എടുത്ത് തരാം. അപ്പോൾ എന്നിട്ട് ഇവർ വിളിച്ച് പറയാം ഞങ്ങൾക്ക് 5 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനും വരുമാനമായി അവരും വരുമാനമായി, ആൾക്കാർക്ക് ഈസിയായി കടന്ന് പടയ്ക്കാം. നമ്മൾ അതിന് വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ചൊറ ഉണ്ടാക്കാന്ന് പറയില്ല, ചൊറയിൽ നിന്ന് മാറ്റി പിടിക്കാനുള്ള സിസ്റ്റം ശരിക്കും വന്നതിന് വിദേശത്തെ ആൾക്കാർ നമ്മുടെ അവിടെ പൊരിയും. അതെ നമുക്ക് അവര് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. അതെ അതല്ല ഇന്ന് നമ്മൾ വിദേശീയരടുക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് പ്രോസസ്സൊന്നും നമുക്കില്ല. നമ്മൾ എന്താണ് അവർ അഭിമുഖീകരിക്കുന്ന വിഷമങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള. കാരണം പലരും എൻ്റെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതെല്ലാം ശരിയാണ്, പക്ഷേ ആ പക്ഷേ വരുന്നുണ്ട്, ആ പക്ഷേ വരാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഫുള്ള് ഓണായിട്ട് ശരിക്കും ഫുഡും അതിൽ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ നാട്ടിൽ പോലും ഇപ്പം നമ്മൾ എത്യോപ്യയിൽ പോയിട്ട് ഇഞ്ചിറ കഴിച്ചു, അല്ലെങ്കിൽ പെറുവിൽ പോയിട്ട് മറ്റേ ഭക്ഷണം ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഓർത്തിരുന്നത്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടണത് സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾക്കാണ്. നോൺ വിഭാഗത്തില് സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കേരളം ആ ഒരു ഏരിയയിൽ. നോൺ എന്ന് മാത്രല്ല, നമ്മള് വെജിറ്റേറിയൻ ഇപ്പൊ നമ്മളെ ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയുടെ 28 കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ആൾക്കാർ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം, സദ്യക്ക് മാത്രം. അപ്പോൾ അത് ഫോറിനേഴ്സ് അല്ല, അവർ ഇത് എരിവൊന്നും ഇല്ലല്ലോ. ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു കേരള ഫുഡ് എരിവ്. കേരളയിലെ ഏതാണ് ഫുഡ്? കേരളയിൽ സദ്യയാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് അയ്യോ എരിഞ്ഞ് ചാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്. ഇത് എരിവൊന്നും അവരുടെ പാലറ്റിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡുകൾ നമുക്ക് ഒരുപാടുണ്ട്. നോൺ വെജിലും നമുക്ക് ഒരുപാടുണ്ട്. അടുത്ത കാലത്ത് വന്ന എരിവൊന്നും അത്രയ്ക്കൊന്നും നമ്മൾ പരമ്പരാഗത ഭക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എരിവ് കുറവാണ്. നമ്മൾ കാന്താരി ഉപയോഗിച്ച് ചില ഐറ്റംസ് ഉണ്ടെന്നല്ലാതെ, കാരണം തേങ്ങയായിട്ട് നമ്മൾ തെങ്ങുള്ളതുകൊണ്ട് തേങ്ങയായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങളായിരുന്നു കൂടുതൽ. അത് തേങ്ങാപ്പാലും തേങ്ങയൊക്കെ വരുമ്പോൾ തന്നെ എരിവൊന്നും. അറേബ്യൻ ഇൻഫ്ലുവൻസ് ആയപ്പോൾ മലബാർ ഏരിയയിലായാലും മജ്ബൂസ് ആയാലും എരിവൊന്നും ഇല്ല അന്ന്. ഈ മസാല എടുക്കുന്ന പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ മന്തിയിലെ പരിപാടികളായാലും അല്ലെങ്കിൽ ബിരിയാണിക്കായാലും അത്ര ഭീകര എരിവൊന്നും ഇല്ല. ഇപ്പോഴാണ് നമ്മൾ ഈ ബീഫിനും പോർക്കിനൊക്കെ എരിട്ടിട്ട് അങ്ങോട്ട് അത് മറ്റേ കള്ള് ഷാപ്പിൽ നിന്ന് കണക്ഷൻ ഇങ്ങനെ കള്ള് ഷാപ്പിൽ നിന്ന് കോപ്പിടിച്ചാന്ന് പറഞ്ഞു. കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ട്രിക്കിനെ എടുത്ത് എല്ലാവരും നല്ല എരിവില് പരിപാടിയൊന്നുണ്ട്. അപ്പൊ ഈ അങ്ങനത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഇപ്പൊ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ നമുക്കൊരു സീരീസ് തുടങ്ങുന്നുണ്ടായിരുന്നു. മുണ്ടിൻ ചട്ടിയുള്ള അമ്മമാരുടെ കൂടെയുള്ള വീഡിയോസ്. നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ മറ്റേ റൗണ്ടൊക്കെ ഇട്ടുള്ള താത്തമാരല്ലേ, അവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക, അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള. അപ്പം അതൊക്കെ വിദേശത്തെ ആൾക്കാർക്ക് നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കാണിച്ചതിനേക്കാളും കൂടുതൽ അങ്ങനത്തെ ടിപ്പിക്കലായിട്ടുള്ള സാധനം ഒരു ഫോട്ടോ എടുത്ത് പോണത്. ഇപ്പം ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ എന്നിട്ടുണ്ടാവുക നമുക്ക് സദ്യ ഒരു ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ സദ്യ അല്ല ഇപ്പോൾ പൊറോട്ടയും ബീഫും. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കേരള ഫുഡ്, പൊറോട്ടയും ബീഫ്, മസാല ദോശ, ഇതൊക്കെ എൻ്റെ ഇതിൽ നോക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഒരു നെയ്പത്തിരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കൺസെപ്റ്റുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല പത്തിരി, ഇതൊക്കെ നമുക്ക് അങ്ങനെ മലബാറിൽ ഒരുപാട് ആലപ്പുഴയിലാണെങ്കിലും ഇപ്പൊ നല്ല താറാവ് കറി, അതൊക്കെ നമുക്കൊരു ടിപ്പിക്കലായിട്ടുള്ള അത് ഹൈലൈറ്റ് ആയിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നണം. അല്ല, കാരണം കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ തെക്കോട്ട് വടക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളൊരു മീൻകറി തന്നെ എടുത്താലും
ഈ വൈവിധ്യമാർന്ന മീൻകറികളാണ് ഒരു തെക്കുന്ന് വടക്ക് പോകുമ്പോഴത്തേനും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് അവർ ഇവിടെ US സെറ്റിൽഡ് ആണെങ്കിൽ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഗുജറാത്തിലുള്ളവരാണ്. അപ്പോൾ അവർ ഞാനിങ്ങനെ കേരളത്തിൽ മറ്റേ ഇത് എൻ്റെ ഇത് കണ്ടിട്ട് പോയതാ മൈക്രോസോഫ്റ്റിലെ. പക്ഷേ അവർ ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും റിസോർട്ട് എടുത്ത് തൽക്കാലം എന്ന് വെച്ചാൽ നമ്മള് ഒറ്റയടിക്ക് കുറച്ച് അപ്പോൾ അവർ ഈ കുമരകത്ത് കണ്ടെടുത്ത് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ്. ഞാൻ ഹൗസ് ബോട്ടിൻ്റെ പടം കണ്ടപ്പോൾ അവർക്ക് അയ്യോ ഹൗസ് ബോട്ട് നമുക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ അവർ ടർക്കി ഒരാൾ ടർക്കിയും ഒരാൾ ഗുജറാത്താണ്. അപ്പോൾ അവർ ഹസ്ബൻഡും നമ്മൾ അങ്ങനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു വിശാലെ ഹൗസ് ബോട്ടും ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു ലോകത്ത് പോയ കണക്ക് നമുക്ക് തോന്നി. പക്ഷെ അതിൽ നിന്നും ഭയങ്കരമായിരുന്നു. ഞാൻ ഇന്ത്യക്കാരനായിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഈ അപ്പം, ഇടിയപ്പം, മറ്റേ പത്തിരി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പലഹാരങ്ങൾ തന്നെ പുട്ട്, ഇതൊക്കെ എന്താ സാധനം, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബീഫും പുട്ടൊക്കെ രാവിലെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാ ടേസ്റ്റും എല്ലാം ഈ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഇവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ടേസ്റ്റുകളാണ്. തേങ്ങ വടക്കോട്ടൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇന്ത്യയിലെ മറ്റു കറിയിൽ തേങ്ങ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ഇവൻ ടർക്കിയിൽ നിന്ന് പോയ ആൾക്കാരും ടർക്കിഷ് ഫുഡൊക്കെ നല്ല പോപ്പുലറാണ്, നമ്മളെ നാട്ടിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവർക്കും അവർ പറയാ ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വികാരമൊക്കെ അനുഭവിച്ചത് ഭക്ഷണം കഴിച്ചിട്ട്. അല്ല എരിവില്ല പോസിറ്റീവ് എന്ന് വെച്ചാൽ എരിവ് ഞങ്ങൾ ഒരുപാട് എരിവ് പ്രതീക്ഷിച്ചു, കാരണം അവർക്ക് എരിവ് അത്ര പറ്റാതെ. പക്ഷേ അങ്ങനെ എരിവൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. കുറച്ച് സ്പൈസ് ഉണ്ട്, കുരുമുളകിൻ്റെതായ ഒരു സ്പൈസ് വരുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ അയ്യോ ഇത് ഇനി ചില മറ്റേ ആന്ധ്ര റായലസീമ സൈഡിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടും ആൾക്കാർ. അതേപോലെ നമ്മൾ ഈ നമ്മള് ബ്ലോഗർമാർക്കായാലും ഇപ്പൊ എനിക്ക് എബിൻ ചേട്ടന്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമായി. എബിൻ ചേട്ടൻ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും റോ ആയിട്ടുള്ള ഫുഡൊക്കെ കാണിക്കലും ചില വീടുകളിലൊക്കെ പോയിട്ട് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ശരിക്കും കൊണ്ടുവരണം. അപ്പോൾ ഇല കൊണ്ട് ഇപ്പോൾ നമ്മുടെ കപ്പയുടെ ഇല വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ സൗത്ത് അമേരിക്കയിൽ കാണുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവർ ചെയ്യുന്ന ട്രീറ്റ്. ഇപ്പോൾ മഡഗാസ്കറിലായാലും നമ്മൾ പോയിപ്പോൾ ഈ കൊള്ളിയിലെ മറ്റേ കപ്പേര ഇല കൊണ്ടുള്ള വിഭവങ്ങൾ അവർ 12 മണിക്കൂർ കപ്പേര ഇല വേവിച്ചിട്ട് പോത്തിൻ്റെ നെയ്യ് മാത്രം അതിൻ്റെ ഉള്ളിട്ട് വേവിച്ചിട്ട് അതൊരു സൂപ്പാക്കിയിട്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഡിഷ് തന്നെ ഇല്ല. നമ്മൾ കണ്ട കുറേ സാധനങ്ങൾ കണ്ടു അങ്ങനത്തെ. മഡഗാസ്കറിലല്ലേ? അല്ല ഞാനിതെന്ന് വെച്ചാൽ ഞാൻ ഈ ആദിവാസികളുടെ ഇവിടെ പോകും വയനാടായിരുന്നപ്പോൾ അപ്പോൾ അവർ ഈ ചുറ്റുപാടെന്നുള്ള സംഭവത്തിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അവർ ഈ കടയിൽ പോയിട്ട് വാങ്ങുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ചില ചെടികളുണ്ട്, ഇപ്പം ഫേൺ പോലത്തെ ചെടിയുണ്ട്. നമ്മളിവിടെ ഫേൺ എന്ന് പറയും, നാട്ടിലെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അതിൻ്റെ ഇല പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന വരും. അതിന് ടോക്സിൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് അതിൽ ഇങ്ങനെ തളിര് വരുന്ന ഒരു സംഭവമുണ്ട്. അത് നല്ല എഡിബിളുമാണ്, നല്ല ടേസ്റ്റിയാണ്. അത് അവർക്കറിയാം. അപ്പോൾ അവർ പറയാ ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ഇത്തിരി ഉപ്പ് അതൊക്കെ വെച്ച് ഒരു എന്താ പറയുക തോരൻ പോലത്തെ ഒരു സംഭവം, ഉപ്പേരി പോലെ മെഴുക്കുരട്ടി ഉപ്പേരി തോരനൊക്കെ ഇത്തിരി തേങ്ങ കൂടെ ഇട്ടെന്നോ എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അതിങ്ങനെ വെച്ച് ഇങ്ങനെ അടച്ചു വെച്ച് വളരെ സിമ്പിളായിട്ട് ഉപ്പ് ഇതൊക്കെ വെച്ച് വേവിച്ച് നല്ല ടേസ്റ്റ്, ഹെൽത്തി ഫുഡ്. അപ്പോൾ നമുക്ക് തന്നെ പുതിയ അനുഭവമാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള ചില ഇപ്പോൾ ഉറുമ്പിനെ വെച്ച് ചട്നി അത് പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ ഇപ്പോൾ നമ്മളെ നീറും അതിൻ്റെ മുട്ടയും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ കാന്താരി എല്ലാം കൂടെ ചതച്ചിട്ട് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കും. ശരിക്കും ഈ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ പോലെ ക്രിയേറ്റേഴ്സ്, എനിക്ക് കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ആയിട്ട് കണക്ട് വീഡിയോ ചെയ്യണമെന്ന്, അത് വീഡിയോ ചെയ്ത് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിന് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. നമുക്ക് ആരാണെങ്കിലും എവിടെ പോലും കാണാൻ പറ്റും. നമ്മൾ അവരുടെ അടുത്ത് വർത്താനം നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർ പറയണം ഇങ്ങനത്തെ സിസ്റ്റം നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയണു. പെറുവില് ആമസോൺ റീജിയനിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ 2-3 ആഴ്ചകൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ നമ്മോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ടൂറിസത്തിനെ നമ്മളെ പോലെയുള്ള നമ്മൾ എത്രയോ വ്ളോഗേഴ്സ് നമ്മൾ
നമ്മൾ പുറത്ത് പോയിട്ട് വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യണം. ഇപ്പം അതിൽ ഞാനതിലൊരു 1000 പേരിലൊരാളാണ്, അല്ലെങ്കിൽ 1,00,000 പേരിലൊരാളാണ്. അങ്ങനെ ഈ പോണ ആൾക്കാരൊക്കെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ സീരിയസ് ആയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ നാടിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് പോകുക, അല്ലെങ്കിൽ അവരെടുത്ത കേരളത്തിന് കൊണ്ടുപോയി മറ്റുള്ള രാജ്യങ്ങൾ പബ്ലിസിറ്റി ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മളിവിടെ വളർന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഈ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും നമുക്ക് അല്ലേ? തീർച്ചയായും നിങ്ങളെപ്പോലുള്ള വ്ളോഗേഴ്സിന് അതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം കേരളത്തെ ലോകത്ത്. പക്ഷേ അതിന് പാരലായിട്ട് കേരളത്തിൽ ബോധവൽക്കരണം, രാഷ്ട്രീയക്കാരുടെ അതിന്റെ രാഷ്ട്രീയമായ സപ്പോർട്ട് വേണം. നമ്മളൊരു വീഡിയോ എടുക്കും, ഇപ്പം നമ്മളൊരു പ്രൊമോഷണൽ വീഡിയോക്ക് ഇപ്പം ഞാൻ പറയാം, നമ്മൾ അതിരപ്പള്ളി പോയിട്ടൊരു എന്താ പറയുക ഡ്രോൺ പറപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തിനേലും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസായി. കാരണം നമ്മൾ ആ പ്രൊമോഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വീഡിയോ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ശരിക്കും നമ്മളെപ്പോലുള്ള 100 ആൾക്കാരുണ്ട്, അത്രയ്ക്കും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെക്കാളും എത്രയോ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ചെയ്യാനുള്ള അവസരം കൊടുത്ത് അത് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ ഫുള്ള് മാർക്കറ്റിങ്, ഫോണും ഇതും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇല്ലാണ്ട് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് നമ്മൾ തന്നെ ഒരു രാജ്യത്തിന് എടുക്കുമ്പോൾ അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് അവിടുത്തെ ഫോട്ടോ നോക്കണം. അങ്ങനെ നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസും അതിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഡോക്യുമെൻ്ററീസ് ഒക്കെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷിൽ ചെയ്യണം. നമ്മൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ കേരളത്തിലെ എല്ലാ ട്രൈബൽ ആയിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ നമ്മളെല്ലാ ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ മറ്റുള്ള ഇപ്പോൾ UK പോവുകയാണെങ്കിൽ അവിടെ IGTV എന്തൊരു TV അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി TV, ആ TV നമ്മൾ കൊടുക്കാം, അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഫ്രഞ്ച് മിലിറ്ററിയുടെ വീഡിയോ ചെയ്തു, അവിടെ നമ്മൾ പറയാം ഞങ്ങൾക്കൊരു കണക്ഷൻ തരും, ഞങ്ങളുടെ നാടിൻ്റെ ടൂറിസം പ്രൊമോഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് അവിടെയും ചെയ്യേണ്ടി വരും. പക്ഷെ അവർ നമുക്ക് അതിനുള്ള സ്ലോട്ട് തരും. നമ്മുടെ നാട്ടിൽ ഈ മീഡിയക്കാരുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണം. നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര നമ്മൾ ജെന്യൂനായിട്ട് കള്ളത്തരം ഇല്ലാണ്ട് പോയി നമ്മൾ ഡയറക്റ്റ് പറയാം. ഞാൻ എപ്പോഴും ആരെടുത്തും പറയാം, നമ്മൾ ഡയറക്റ്റ് മെയിൽ അയക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അവർ അറ്റ്ലീസ്റ്റ് തിരിച്ച് പറയും ചേട്ടൻ പറ്റില്ല മോനെ മുത്ത് പൊക്കോ പിന്നെ വന്നാൽ മതി പറയും. പക്ഷെ ചിലർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തിലേക്ക് ആൾക്കാർ നമ്മൾ പുറമെ വർക്ക് ചെയ്യണം. നമ്മൾ കേരളത്തിൽ നിന്നിട്ടാണ് കേരളത്തിൽ വികസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നണത്. നമ്മുടെ പോലെ ആൾക്കാർ പുറത്ത് പോയിട്ട് ഇപ്പോൾ ദുബായിൽ ശരിക്കും കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അറബികൾ വന്നു തുടങ്ങിയാണല്ലോ. ഞാൻ ആമസോണിൽ ഒരു ദിവസം നമ്മൾ ആമസോണിൽ ലാസ്റ്റ് പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ബിസിനസ് ഉണ്ട്. ആമസോണിൽ നിന്ന് മറ്റേ ചോക്ലേറ്റ് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട് അറബ് നാട്ടിൽ. അവര് ഫാമിലി വന്നൊരു കാടിനുള്ളിൽ താമസിക്കുക. അതും $1-2 ഡോളേഴ്സ് എറിയണ കഴിഞ്ഞാൽ ബോധം പോവും. നമ്മുടെ നാട് അതിന് ആമസോണിൻ്റെതായ ഒരു പവറുണ്ട്, അതൊക്കെ ആമസോണിൻ്റെ റെയിൻ ഫോറസ്റ്റിൽ താമസിക്കുന്നത്. പക്ഷേ ആ ഒരു സെയിം ക്ലൈമറ്റിന് അവർക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്ന് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ദുബായിലത്തെ ആൾക്കാർ വരെ നമ്മുടെ നാടിനെ പറ്റിയിട്ട് അവിടെ പ്രൊമോട്ട് ചെയ്താൽ മതി. അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ കമ്മ്യൂണിറ്റിയുള്ള നമുക്ക് നാട്ടിലേക്ക് വരണം, വെൽക്കം ടു കേരള. ഇപ്പം എല്ലാവരും ഹബീബി കമ്മിങ് ടു ദുബായ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്മിങ് ടു കേരള എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ അത് റീൽസ് ഇടണല്ലോ. അതിൽ സീരിയസ് ആയിട്ട് കേരളത്തിനെ പറ്റിയിട്ട് കേരളത്തിലെ ട്രഡീഷണലിനെ പറ്റിയിട്ട് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം, ഞാനിത് പറയുമ്പോൾ പറയാലോ, എനിക്ക് എല്ലാ ദിവസവും തൃശ്ശൂർ പൂരം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. ഇപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ അപ്പനമ്മേനെയും പറയണു, തൃശ്ശൂർ പൂരത്തിന് എൻ്റെ അപ്പനമ്മ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 60 വയസ്സായി. എൻ്റെ അമ്മ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എത്ര തൃശ്ശൂർ മറ്റേ കോട്ടയം താമസിക്കുന്ന ആൾക്കാർ, അല്ല തൃശ്ശൂർ പടിഞ്ഞാറ് കോട്ടയം നിൽക്കുന്ന ആൾക്കാർ വരെ കണ്ടിട്ടുണ്ടാവില്ല, അമ്മമാര് കണ്ടിട്ടുണ്ടാവില്ല. അത് പോട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹത്തിൽ തൃശ്ശൂർ ഒരു കൺവെൻഷൻ സെന്റർ പോലത്തെ ഒരു സെന്റർ, വിദേശത്തെ ആൾക്കാർ വരാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നാലും എല്ലാ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഡെമോൺസ്ട്രേഷൻ. തൃശ്ശൂർ പൂരം എന്ത് സംഭവിക്കുന്നു, ആനകൾ ഒറിജിനൽ ആനകളൊന്നും വേണ്ട, കുടമാറ്റം നടത്തുന്നു. നമ്മുടെ നാട്ടിൽ കൊല്ലത്തിൽ ഒരു തവണ മാത്രം ആ ഒരു സമയത്ത് മാത്രമേ ഈ കുടമാറ്റത്തിൻ്റെയും പട്ടം ഇതിൻ്റെ ഒക്കെ നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുന്നത്. കൊല്ലത്തിൽ എല്ലാ ദിവസം അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡും നമുക്ക് തൃശ്ശൂർ പൂരം കാണാനായിട്ട് ഒരു ഹോളിൽ അത്രയധികം ആൾക്കാർ കമ്മ്യൂണിറ്റിക്ക് ജോലി കൊടുത്തിട്ട്, ഇപ്പോൾ കുടമാറ്റം നടത്തുന്ന ആളായിക്കോട്ടെ, കൊട്ടണ ആൾക്കാരായിക്കോട്ടെ, ആ ഒരു സിസ്റ്റം. ഇപ്പം നമ്മുടെ ഇപ്പോൾ ചേട്ടൻ്റെ മൈക്രോസോഫ്റ്റ് എന്ന് പറയാം, നാളെ കേരളത്തിലേക്ക് വരാൻ പോവുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരണം.
എന്തിനാ കാണാൻ പറ്റുക, ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ പൂരം ഉണ്ടല്ലോ എന്ന് പറയും. തൃശ്ശൂർ പൂരം എന്നാ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാ. അപ്പൊ ആ ട്രഡീഷണൽ ശരിക്കും നമ്മള് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റിയാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് അവർ കൊടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ വർഷത്തിലൊരിക്കലേ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഓണത്തിന് എത്തിയില്ല എന്ന് പറഞ്ഞ് ഓണസദ്യ കൊടുക്കുന്ന കണക്ക്, മനസ്സിലായോ? അത് അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം നടക്കാത്ത സമയത്ത് ഒരു വെർച്വൽ എക്സ്പീരിയൻസ് ആൾക്കാർ അത് അവിടെ പോയി ആ പ്രസൻസ്, ആ ഒരു ഫീല്, ആ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച, ശബ്ദം, ഫീല്, അതെല്ലാം അതിൻ്റെ കൂടെ വരുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ തനതായ രീതിയിൽ റെക്കോർഡ്. അത് നല്ലൊരു ഐഡിയ ആണ്. ജോലിക്ക് ഇപ്പൊ ചേച്ചിമാർക്ക് ജോലി കിട്ടും. അപ്പൊ വിദേശത്ത് നിന്ന് ഇപ്പൊ നമ്മളൊരു 10 പേർക്ക് ഒരു മണിക്കൂറിൽ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വരെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഓക്കെ 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ പരിപാടി, ഈ ടൂർ 1 മണിക്കൂറാട്ടോ. അതേപോലെ ഓരോ മണിക്കൂർ ടൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ ഇത് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണേണ്ടതാണ്. നമ്മളിപ്പോൾ വിങ്സ് ഓഫ് വാഷിംഗ്ടൺ, വിങ്സ് ഓവർ വാഷിംഗ്ടൺ വെച്ചു. ഈ സാധനത്തിന്റെ അപ്പനായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം തൃശ്ശൂർ പൂരം പറഞ്ഞത്, അങ്ങനെ എത്രയോ ആക്ടിവിറ്റികൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. തെയ്യമൊക്കെ നമ്മളിപ്പോൾ ആൾക്കാരെ നമ്മുടെ കഥകളി ആയാലും അതിനു വേണ്ടി വിദേശത്തെ ആൾക്കാർക്ക് കാണിക്കാനായിട്ട് നമ്മളൊരു സിംഗിൾ ഐറ്റം. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആണ്, ഒരു ടീം വർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റും. അത്ര ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ എൻ്റെ അമ്മേനെ പോലെ ആൾക്കാർക്ക് പോയിട്ട് ഇതാണ് നെറ്റിപ്പട്ടം, ഇപ്പം എൻ്റെ അമ്മേടെ അടുത്ത് പോയിട്ട് പറയാം വെഞ്ചാമരം അത് എന്നൊക്കെ പറഞ്ഞ് എന്തിട്ട് തേങ്ങ നീ പറഞ്ഞത്, ഇത് എന്നിട്ട് സാധനം തൃശ്ശൂരുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണെങ്കിലും ഇപ്പം നേരത്തെ നമ്മൾ മറ്റേ ഫ്രഞ്ച് കഥ പറഞ്ഞ പോലെ അപ്പുറത്ത് ഇത് നെൽകൃഷി, ഇപ്പുറത്ത് ഉപ്പുവെള്ള നീ എന്തിട്ട് തേങ്ങ പറയണ പോലെയാണ് ഈ സംഭവം നമ്മൾ കേൾക്കണത്. അങ്ങനത്തെ സാധനങ്ങൾ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ടൂറിസം മേഖലയിൽ, ഇപ്പോൾ ഏവിയേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ഇപ്പം നമ്മൾ യാത്രയെ പറ്റി കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാപാസ് പോയി ബൊളീവിയാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ, ഏറ്റവും ലോങ്ങസ്റ്റ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ. ഈ ബൊളീവിയ ലാപാസ് നഗരം കുറെ മലകളുടെ നടുക്കിൽ നിൽക്കണം. അപ്പോൾ ഈ മലകളിൽ നിന്നൊക്കെ ആൾക്കാരെ കണക്ട് ചെയ്യുന്നത് കേബിൾ കാറാണ്. നമ്മൾ ഈ റോട്ടിൽ കൂടെ പോണേക്കാളും കൂടുതൽ ആൾക്കാർ കേബിൾ കാറിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് അവിടുത്തെ സിസ്റ്റം അവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ആ ഒരു എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ആ ഒരു ഏരിയയിലത്തെ ഭംഗിയും അത്രയധികം ആൾക്കാർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സംഭവം. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ബൊളീവിയ എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഈ മലകളുടെ ഇടയിൽ കൂടെ തുറന്ന് പിടിച്ച് ഈ ഒരു 100 അടി 200 അടി കൂടെ ഹൈറ്റിൽ കൂടെ ഒക്കെ ഈ കേബിൾ സിസ്റ്റം പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മൂന്നാർ അടിവാരത്ത് നിന്ന് അടിമാലിയിൽ നിന്ന് ഒരു കേബിൾ കാർ വേണമെങ്കിൽ മൂന്നാറിലേക്ക് ഇടാം. ഈ പറഞ്ഞ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പ്രൈവറ്റ് ആയിട്ട് എല്ലാവരും സഹകരിച്ചിട്ട്, അല്ല ഗവൺമെൻറ് പറഞ്ഞാൽ ഗവൺമെന്റ് ആണുള്ള സ്ഥലം, അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് തന്നെ മാറും. ഒരു നമ്മളുടെ വിദേശികൾക്ക് മാത്രമുള്ള ഒരു എന്റർടൈൻമെന്റ് അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പോലെ നമ്മളൊരു കേബിൾ കാർ സിസ്റ്റം എത്ര കിലോമീറ്റർ ഉണ്ടാവും, മുകളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും, എത്താണെങ്കിൽ ഒരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ആണെങ്കിൽ അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റീപ്പായിട്ട് കയറാണെങ്കിൽ നമ്മളുടെ മൂന്നാറോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കമന്റ് ചെയ്യട്ടെ, അതൊരു ഐഡിയ. അല്ല നമ്മളിപ്പോ താമരശ്ശേരി മറ്റേ അടിവാരത്ത് നിന്ന് അവിടെ 1.5 മണിക്കൂറൊക്കെ എടുക്കുന്നില്ലേ മുകളിലേക്ക് എത്തണമെങ്കിൽ. അത് കേബിൾ കാറൊക്കെ ബ്ലോക്ക് ഇല്ല. അപ്പോൾ വണ്ടി കൊണ്ട് പോകാത്ത ആൾക്കാർക്ക് മുകളിൽ പോയി ഡെയിലി അവിടെ പോയിട്ട് ഒരു ടാക്സി, അപ്പോൾ അവിടുത്തെ ടാക്സിക്കാർക്ക് വർക്ക് കിട്ടി. ഈ വണ്ടി കൊണ്ട് മുകളിൽ കയറണ്ട, അവിടെ നമുക്കൊന്നുമില്ല. നേരെ കേബിൾ കാറാണെങ്കിൽ വയനാട് നമ്മൾ അയാളെ കണ്ടില്ലെങ്കിൽ ആ സിസ്റ്റം കണ്ട് തിരിച്ചിറങ്ങി പിറ്റേ ദിവസം, അപ്പം നമുക്ക് നമ്മുടെ ടൈം ലാഭം. അതെ, നമ്മൾ വയനാട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല, അവിടെ എന്നും ബ്ലോക്കാണ്. മഴക്കാലം പിന്നെ പറയണ്ട. ആ സിസ്റ്റം നമ്മുടെ മൈൻഡിൽ കയറി കിടക്കണം. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ നമ്മൾ അപ്പോൾ ആ ലാപ്പാസ് കണ്ടതോടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ മുകളിൽ കൂടെ അതെന്ന് പറഞ്ഞാൽ ഈ ലാപ്പാസ് സിറ്റിയിലെ സെൻട്രയിൽ കൂടെ ഹൈവേ പോവാണെങ്കിൽ അവിടെ ഒരു കേബിൾ കാറാണ്. അപ്പം നമ്മൾ അടിയിൽ കൂടെ നോക്കുമ്പോൾ റോഡിൽ ആ വണ്ടികൾ പോവുക, അടിമുകളിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോവുക. അത് നല്ല ദൃശ്യമായിരിക്കും. നമ്മളെ ചുരത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ വീഡിയോയിൽ നമ്മൾ പകർത്തണങ്ങളും. ഇപ്പം നമ്മൾ ലോകത്തിലെ ഏറ്റവും 2ാമത്തെ സിപ്പ് ലൈൻ നമുക്ക് മൂന്നാർക്ക് ഉണ്ട്. നമുക്കൊരു അഭിമാന നിമിഷമാണ്. അതേപോലെ നമ്മൾ പുതിയ ആശയങ്ങൾ അത് സൗത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ കേബിൾ കാർ സിസ്റ്റം നമ്മൾ മലമ്പുഴയിൽ കണ്ടെങ്കിലുള്ളൂ, വേറെ ഒന്നും നമ്മളില്ല. പിന്നെ നോർത്തിൽ മണാലി ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ നമ്മളെ ജഡായി പറയേണ്ടത് പക്ഷേ ജസ്റ്റ് അതിന്റെ അകത്ത് ഉള്ള സംഭവമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാച്യൂസ് ഉണ്ടാക്കുക, അതേപോലെ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തന്നെ അതൊക്കെ നമുക്ക് ടൂറിസത്തിന് ശരിക്കും ഒരു ഫോട്ടോ എടുത്തിട്ടാൽ മതി. നമ്മൾ ശരിക്കും മൂന്നാറിൻ്റെ ഒപ്പം തന്നെ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് അമേരിക്കയിലെ ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ വാവ് എന്നല്ലേ പറയുള്ളൂ. പിന്നെ തീർച്ചയായും ഇതിന്റെ ഇടയിൽ അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ അത് ആൾക്കാർ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ടൗണിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വെറുതെ
ഒന്നും ഉണ്ടാവില്ല. അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പോലും ആയിരിക്കില്ല, വെറുതെ ഇവിടുന്ന്. പക്ഷെ അത് ആൾക്കാർ പോയി എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യണം. വീക്കെൻഡ് ആകുമ്പോൾ അപ്പനും പിള്ളേരൊക്കെ ആയിട്ട് മിഠായും മേടിച്ച് മറ്റേ ചായം കുടിച്ച് വരാലോ. അതെ. അപ്പം അതേപോലെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ തിരുവനന്തപുരത്തെ ശിവന്റെ ഇത് സ്റ്റാച്ചു ഉണ്ടാക്കിയത്. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് പല ആൾക്കാരും ആ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കാന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ അമേരിക്കക്കാരെ അത് കണ്ടെന്ന് പാവങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിവന്റെ ഇത് വന്നു. ഇപ്പോൾ ഞാൻ സോറി തടസ്സപ്പെടുത്തിയതല്ല സാൻഡപ്പനെ, പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ശിവന്റെ പ്രതിമ അവിടെ വന്നു. അത് കണ്ട് ഒരുപാട് ഇന്ത്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു ശിവന്റെ പ്രതിമ കാണാൻ വരുന്നുണ്ട്. ഈ വരുമ്പോൾ എന്താ, അവിടുത്തെ കടക്കാരൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ വേറൊരു കട, സ്ഥലത്തിന് വാല്യൂ കൂടും, അങ്ങനെ പല പല. അപ്പോൾ ഈ പറയുന്നവർ ആ കാശുണ്ടെങ്കിൽ ആ കാശെടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മാസം കൊണ്ട് തീരും. എന്നാൽ ഇതിങ്ങനെ ഒരു ഇത് ഉള്ളപ്പോൾ ഡെയിലി പൈസ വീഴുന്ന ഒരു അവസരമായിട്ട് മാറും. ആ പൈസ പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വീട്ടിൽ ചിലപ്പോൾ ചിലർ പണിക്ക് പോയിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം. ഞാൻ ഇടയിലത്തെ കേസ് പറഞ്ഞ ഇത് ഡെയിലി പൈസ വീഴല്ലേ, അത് വിശാലം പറഞ്ഞാൽ കറക്റ്റാ. അങ്ങനത്തെ സ്റ്റാച്യൂസ് സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലോകത്തിന് മുമ്പിൽ നമ്മൾ സ്റ്റാച്ചു ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു, മോദി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, മറ്റേ വല്ലഭായ് പട്ടേലല്ലേ. അതൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ 3000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഭയങ്കര ഇതാക്കുന്നുണ്ട്. സംഭവം നമ്മുടെ രാഷ്ട്രീയമല്ലേ, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല. അതൊക്കെ നമുക്ക് കാണാം. ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ഭുതം, ലോകാത്ഭുതം പട്ടികയിലേക്ക് വരും അത്. തീർച്ചയായും. കാരണം ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്ചു, അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കാട്ടി ഹൈറ്റ് കൂടിയ സാധനമാണ്. എത്ര ആൾക്കാർ അവിടെ പോയിട്ട് കാണുന്നു, എത്ര ആ സ്ഥലത്തിന് എന്തൊക്കെ ചെയ്യണം, ടൂർ ബസ്സുകൾ പോകുന്ന ആൾക്കാർ വരുന്നു പോകണം. അപ്പോൾ സ്റ്റാച്ചുവിന് ശരിക്കും ലോകമെമ്പാടും നമ്മുടെ ഈ യൂണിവേഴ്സിൽ സ്റ്റാച്ചുവിന് ഭയങ്കര വാല്യൂ തന്നെയാണെന്ന് എനിക്കിപ്പോൾ യാത്രകൾ ഈ ചെറിയ രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ചെറിയ 5 കൊല്ലം കൊണ്ട് യാത്ര കൊണ്ട് ഇത്രയും യാത്രകൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്, ചെറിയ അറിവ്, വലിയ അറിവ് എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു റെപ്രസെൻറ്റേഷനാണ്. അത് ഒരു എന്താ പറയുന്ന ഒരു ടൂറിസ്റ്റുകളെ പുള്ളി ചെയ്യുന്നു. ഇപ്പം നമ്മൾ ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റുകളെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളവിടെ പോകുമ്പോൾ നമുക്കറിയാം ഈ മലയുടെ മുകളിൽ എന്തിനീ സാധനം കിട്ടിയത് നമ്മൾ ആലോചിക്കും. പക്ഷെ അവർ ആ ഗൈഡ് നമ്മുടെ അടുത്ത് കഥ പറയുമ്പോൾ മനസ്സിലാവണ അന്ന് ആ മലയുടെ മേലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ, അന്ന് ക്രൈസ്തവ സമൂഹം വിട്ടുപോവാണ്, എല്ലാവരും പാർട്ടിയുടെ മുകളിലേക്ക് പോകുമ്പോൾ അതാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ചെയ്ത ടെക്നിക്കാന്നുകൊണ്ടാണ് ക്രൈസ്റ്റ് റെഡീമർ. ഇപ്പോൾ ലോകാത്ഭുതം ഡെയിലി എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ അന്ന് പാവപ്പെട്ട ആൾക്കാരില്ലേ, ബ്രസീൽ പട്ടിണിയില്ലേ, ബ്രസീൽ പ്രശ്നമില്ലേ, എന്തുകൊണ്ട് അവരതിനെ പറ്റി ചിന്തിച്ചില്ല. പക്ഷെ നമ്മൾ ഈ അന്ന് ആ പട്ടിണി ആ ഒരു പ്രതിമ കൊണ്ട് മാത്രം രാജ്യം തന്നെ പോകുന്നുണ്ട്, പട്ടിണിന്ന് പുറത്തു വന്ന ജനങ്ങൾ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഞാൻ ആനയുടെ കാര്യമല്ലോ, എനിക്ക് 5 രൂപ നാളെ കിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കോടികൾ ഉണ്ടാക്കിയിട്ട് കുറെ ഉണ്ടാക്കി വെക്കണം. എൻ്റെ സിസ്റ്റർ അറിയില്ല, ഞാൻ 1 രൂപ കിട്ടി കഴിഞ്ഞാൽ അപ്പം ക്യാമറ മേടിച്ച്, 1 രൂപ കഴിഞ്ഞാൽ ഇപ്പുറത്ത് മറ്റേ ലെൻസ് മേടിച്ച്, 1 രൂപ ആ രാജ്യത്തേക്ക് പോയി. ഇതാണ് എൻ്റെ പണി. എനിക്ക് 5 രൂപ കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാണ്ടല്ലോ 20 കൊല്ലമൊന്നും വേണ്ട, 5 കൊല്ലം കൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആനേനെ പണിയും. അല്ല, എനിക്ക് അതൊക്കെ ഇഷ്ടം, അതൊക്കെ കാണിച്ച് അതെനിക്ക് സ്വന്തമായിട്ട് പണിയാന്നല്ലാന്ന്. പബ്ലിക്കിന് നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ അങ്ങനത്തെ ഒരു ആന നെറ്റിപ്പട്ടിട്ട് ഒരു 50 അടിയിൽ നിൽക്കണതിനെ പറ്റുന്ന ആലോചിച്ച് നോക്കിയാൽ, അതിൻ്റെ ഉള്ളിലേക്ക് മോളെ ആനയെ പുറത്ത് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിൻ്റെ മോളെ കയറി ഫോട്ടോ എടുക്കാം, നമ്മുടെ ഡ്രോണിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. അല്ല ബിസിനസ് ഞാൻ പറഞ്ഞത് അല്ല, അത് അങ്ങനെ ചിന്തിക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചാലേ നമ്മളുടെ ഗ്രാമത്തിനെ ആയിരുന്നാലും പട്ടണത്തിനെ ആയിരുന്നാലും സംസ്ഥാനത്തിനെ ആയിരുന്നാലും രാജ്യത്തിനെ ആയിരുന്നാലും അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക ഹാർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് ടൂറിസം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം. നമ്മൾ ഫ്യൂച്ചർ ഓഫ് കേരളയെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇതൊക്കെ പ്രതിപാദിക്കാതിരിക്കാൻ പറ്റില്ല. അതിനു വേണ്ടി നമ്മൾ ജനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരേപോലെ അണിനിരക്കണം. നമ്മളെപ്പോലുള്ള വിദേശ മലയാളികളും അതിന് കൂട്ടത്തിലുണ്ടാവും. കുട്ടികൾ അങ്ങനെ നമ്മൾ പുറത്തു പോകുമ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പുറത്തു പോകുമ്പോൾ ഒറ്റ പോക്ക് പോയി പിന്നെ ഭാഗത്തേക്ക് നോക്കാതിരുന്നിട്ട് വലിയ കാര്യമില്ല. നമ്മൾ പുറത്തു പോയി കിട്ടുന്ന എക്സ്പീരിയൻസ്, ഇപ്പം എനിക്ക് കിട്ടുന്ന ഈ ചെറിയ അറിവുകൾ, നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ കുറച്ച് അറിവ് മറ്റുള്ള പറയുമ്പോൾ അറിവ് കിട്ടുന്നു. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആരറിവ് വരുന്നത് അപ്പുറത്ത് അവസരപ്പെട്ട എന്നിട്ട് ഇപ്പം റെഡി വരണം അടിച്ചാലാ ഏത് അവസരപ്പെടുന്ന ഇപ്പോഴും വായിൽ വരണം. ഈ മൂടുള്ള നമുക്ക് നല്ലത് പറഞ്ഞു തരാനോ പൊട്ട പറഞ്ഞു തരാനോ ആരും ഇല്ല. എനിക്കൊരു സംശയം സാറിനപ്പ ഈ അവസരപ്പെട്ടുള്ള ആളാണോ? ഇത് വെച്ചാലേ ഞങ്ങളവിടെ അവസരപ്പെട്ട കടയുണ്ട് എന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ അപ്പുറത്തെ അവസരപ്പെട്ട കട ഉണ്ട്. അവസരപ്പെട്ട കട ചെറുപ്പത്തിൽ ഞാൻ എന്നും പോവാം.
ഓ എന്നും പാല് മേടിക്കാൻ കുറച്ച് പാല് മേടിച്ചു തന്നാ അതൊക്കെ. അപ്പൊ എന്നാ ഔസേപ്പേന്റെ കടയിൽ പോയിട്ട് അപ്പൊ എന്ത് പറഞ്ഞാലും ഔസേപ്പിന്ന വയല് വരില്ല. ഏത് അപ്പുറത്ത് ഇനിയിപ്പോ മാറ്റി വേണമെങ്കിലും കാര്യമില്ല ഔസേപ്പായി. അപ്പൊ നമുക്ക് ഒരു നമ്മളൊരു 1.5 മണിക്കൂർ കഴിയുന്നതുകൊണ്ട് അറിയില്ല അല്ലേ. സമയം പോയത് അറിഞ്ഞില്ല. ഫ്യൂച്ചർ ഓഫ് കേരളയുടെ ഇനിയും എപ്പിസോഡിന് 3-4 എപ്പിസോഡ് ചെയ്യാൻ നമുക്ക് ഇത്രയും കുറച്ച് ദിവസം കൂടി നമുക്കുണ്ട്. അപ്പൊ യാത്ര എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രഞ്ച് മിലിറ്ററിക്ക് ശേഷം നമുക്ക് വേറൊരു രാജ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ പോവാം. പിന്നെ ഓഗസ്റ്റ് മാസം നമ്മൾ വന്നിട്ടുണ്ട് റണ്ണിങ് നമ്മൾ വീണ്ടും അമേരിക്കൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഈ ഫ്രഞ്ച് മിലിറ്ററി കൂടെ ചെയ്യാൻ പറ്റിയ ഭാഗ്യവും അതിൻ്റെ ഒരു അവസരം കിട്ടിയപ്പോൾ വേറെ രാജ്യത്തിന് കിട്ടി. അപ്പോൾ ഇതൊരു എല്ലാം ഗിവ് ആൻഡ് ടേക്ക് സിസ്റ്റം ആണല്ലോ. അപ്പോൾ അതിൽ ഫ്രഞ്ച് മിലിറ്ററിന്ന് അങ്ങനെ ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകാൻ പറ്റില്ല സാൻഡപ്പൻ. സാൻഡപ്പൻ അത് ചില കാര്യങ്ങൾ നമ്മളത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമ്മളിപ്പോൾ വീഡിയോയിൽ അതിൽ കഴിയുമ്പോൾ അത് കാണിക്കുകയും വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും കിട്ടുന്ന ഒരു അവസരമല്ല. അത് ഇന്ത്യയിൽ ഏഷ്യക്കാരും ചെയ്തിട്ടില്ല, നമ്മൾ ഫ്രഞ്ച് മിലിറ്ററിയുടെ വീട് ആരും ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോൾ എത്ര പേർക്കാണ് ഇപ്പം നമ്മൾ 8 ബില്യൺ ജനങ്ങളുണ്ട് ലോകത്ത്. എത്ര പേർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കാണും ഒരു മിലിറ്ററിയോട്. ഇപ്പോൾ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കൂടെ ചെയ്തു. അതൊക്കെ വളരെ ഇപ്പോൾ ഫ്രഞ്ച് മിലിറ്ററിയോട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന ആൾക്കാരെ കണ്ടിട്ട് അതുണ്ട് ആ വേടി എന്ന് പക്ഷെ നമ്മളൊക്കെ എനിക്ക് പിന്നെ ഇത് എക്സ്പോസ് ചെയ്ത് കുറെ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനെ പറ്റി നമുക്ക് അറിയില്ല. നമ്മൾ ആ വർക്ക് ചെയ്യാൻ നമ്മളത് അടിക്കുക, ഫിനിഷ് ചെയ്യുക, കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു കണ്ടന്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിന് കുറേ ഫലിപ്പിക്കാം, കുറേയൊക്കെ പറയും. പിന്നെ അപ്പുറത്ത് അടുത്ത സാധനം തപ്പി പോവും. അപ്പം നമ്മൾ ഇന്ത്യൻ മിലിറ്ററി ചെയ്തു. ഇന്ത്യൻ മിലിറ്ററിക്ക് BSF കഴിഞ്ഞാൽ നമ്മൾ അത് പുകഴ്ത്തി പറഞ്ഞ് ജീവിതകാലം മൊത്തം നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത സാധനം അടിക്കണല്ലോ. ഞാൻ എപ്പോഴും ചേട്ടൻ പറഞ്ഞത് ശരി, ആ ഒരു ബാക്കിലേക്ക് ആ ഒരു മാർക്കറ്റിങ് ഞാൻ നടത്തണില്ല നമ്മുടെ വളർച്ചയുടെ. പക്ഷേ വളർച്ചയിൽ മാറ്റം വരുന്നില്ല. നമുക്ക് എന്താ പറയുക, റീച്ച് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മളെ കൊണ്ട് അതിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്, വരാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഒന്നിന് പിന്നാലെ ഒന്ന് പുതിയ സാധനങ്ങൾ. ഇപ്പം നമ്മൾ ആഫ്രിക്ക കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് നമ്മൾ സൗത്ത് അമേരിക്ക പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ആമസോൺ കണ്ടു. അപ്പോൾ ആമസോൺ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി അന്റാർട്ടിക്ക് പോകാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ഇത് നമ്മളെ തേടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ആ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ വരുന്നു. പിന്നെ അംഗീകാരങ്ങളും അല്ലെങ്കിൽ അതൊന്നും നമ്മൾ മോഹിച്ചിട്ടുള്ള ഇതൊക്കെ ചെയ്യണം. നമുക്ക് അതിൻ്റെ ഒരു പാഷനെ കൊണ്ടുള്ള ചെയ്യണം. അല്ല അത് അങ്ങനെ ജനങ്ങൾക്ക് എത്തുന്നില്ല ചില സമയത്ത്. അതൊക്കെ വിഷമം എനിക്കുണ്ട്. അത് ജനങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ അത് സാൻഡപ്പൻ എടുക്കുന്ന എഫേർട്ടും ആ ഒരു യുണീക്നെസ്സും ജനങ്ങൾ കാണണം. അത് പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ. എൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ആ കണ്ടന്റിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ആരെയും ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ്സ് ആയിരുന്നാലും നമുക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചിലത് കണ്ടു നോക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തിലോട്ട്. കാരണം നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. ആൾക്കാർ നമ്മൾ ജോലി ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം നമ്മളത് ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്വാളിറ്റി സംഭവങ്ങൾ കാണാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അറിവ് അതേപോലെ വികസിക്കുകയാണ്. നമ്മൾ ആ അറിവ് വികസിക്കുമ്പോൾ അത് നമ്മളുടെ ഈ പറഞ്ഞ ഫ്യൂച്ചർ ഓഫ് കേരളയ്ക്ക് ഗുണപ്പെടുകയും ചെയ്യും. എനിക്കത് ലക്ഷ്യമുള്ള നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇന്നും നല്ല കണ്ടന്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് അതിനുള്ള ഒരു പവർ വരും. ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലാവും, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലായിരിക്കും, ചിലപ്പോൾ ഫണ്ട് പൈസ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഇതേപോലെ അംഗീകാരങ്ങളായിട്ടായിരിക്കും. ഫ്രഞ്ച് മിലിറ്ററി അവസരം കിട്ടി. ഇപ്പം അടുത്ത് നമ്മൾ അതിന് വലിയ സ്ഥലത്തേക്ക് പോകണം. അപ്പം അത് നമുക്ക് എന്താ പറയുക എക്സ്പോസറായിട്ട് ഇപ്പോൾ ഈ ഫ്രഞ്ച് മിലിറ്ററി കേസ് തന്നെ നമുക്ക് അവർ അപ്രൂവൽ തന്ന നമുക്ക് പറയാൻ പറ്റി. ഫ്രഞ്ച് മിലിറ്ററി വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങി. അപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് ആൾക്കാരെ ഫോട്ടോ ഇടാൻ പോലും പറ്റില്ല. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിങ് പ്രൊമോഷൻ വീണ്ടും അതിനെപ്പറ്റി പറയാന്നുള്ളത്. കാരണം ഈ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന ഇതില് അഭിമാനമുള്ള അത് ഇന്ത്യക്കാരനെന്ന് തീർച്ചയായും. BSFന്റെ വീഡിയോ പോലും ഡിസ്കവറിക്ക് പോലും പെർമിഷൻ കൊടുത്തിട്ടില്ല അവര്. നമ്മള് അവരെ തട്ടകത്തിൽ പോയിട്ട് നമ്മളെ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് ശ്രീനഗറിൽ നിന്ന് 47 കളിച്ചിട്ട് നമ്മൾ ചെയ്തത്. അത് പെർമിഷൻ മേടിച്ചു ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്ന്. പക്ഷേ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് റിസ്ക് എടുത്ത് ഒരു മീഡിയയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചാൽ അത് റെക്കോർഡ് ചെയ്യും. എൻ്റെ റെക്കോർഡിൽ തീർന്നു. ഇനി അടുത്തത് എന്ത്? അതായത് ഞാനെപ്പോഴും നോക്കി എന്നെ എപ്പോഴെല്ലാം ചീത്ത പറയും, നീ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് അടുത്തേക്ക് പോടാന്ന് പറയും. പക്ഷെ എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോയി. പിന്നെ അടുത്ത സാധനം ഏതാ? അല്ല, അതിപ്പോൾ സാൻഡപ്പൻ്റെ അഭിമാനം എന്ന് പറയുന്ന പോലെ നമുക്കും അഭിമാനമാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി ഇതേപോലെ 10 വർഷം മുമ്പേ സാൻഡപ്പൻ ചിന്തിച്ചിരുന്നു ഇതേപോലെ ഇല്ലെങ്കിൽ അതൊരു ലക്ഷ്യം പോലും അല്ലല്ലോ.
അങ്ങനെ അലാസ്കയിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? അത്രേ ഉള്ളൂ. അലാസ്ക ആകെ ഒരു സ്ഥലം കാണണമെന്നുള്ളൊരു ആഗ്രഹമല്ല, ഇതൊരു ലക്ഷ്യം പോലും അല്ലായിരുന്നു. അത് അങ്ങനെ പോലും അല്ലാതിരുന്നിട്ട് നമ്മളെ നാട്ടിലൊരു കുട്ടി ഇങ്ങനെ പോയി അവിടെ പോയി ഒരു മിലിറ്ററിയുടെ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാം അഭിമാനമുള്ള പോണേക്കാളുപരി നമ്മളവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള നമ്മളത്രയ്ക്കും ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുമ്പോഴായാലും അവർ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായാലും നമ്മളൊരു ക്രിയേഷൻ അവിടെ പോയി ചെയ്യണം. നമ്മൾ ജീവൻ പണയം വെച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഫ്രഞ്ചിൽ ഇതിപ്പോൾ നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോയി അല്ലെങ്കിൽ കേപ്പ് ടിക്കർ ചെയ്ത് നമ്മൾ ജീവൻ വെക്കുന്നുണ്ട് അവിടെ. നമ്മൾ കണ്ടന്റ് എടുക്കാൻ പോകുമ്പോൾ ഒരു ആംബിയൻസ് ഓക്കെ, നമ്മൾ കല്യാണം ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്ന് പറയാം ചെക്കൻ പെണ്ണും മെമ്മറി കാർഡ് കറക്റ്റ് ആവണം, ബാറ്ററി കറക്റ്റ് ആവണം, ബാക്കിയുള്ള അപ്രൻഡിക്സ് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറെ റിസ്ക് ഇല്ല. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവനെ നമ്മുടെ മുമ്പിൽ വെക്കണം. അതിൽ നമുക്ക് ഞാനൊക്കെ എത്രയോ വിഷമിച്ചപ്പോൾ എൻ്റെ വൈഫൊക്കെ എത്രയോ നമുക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക അല്ലെങ്കിൽ അവർ സാക്രിഫൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു ടീമായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ ഇതിരിക്കുന്നു വിശാലേട്ടൻ ഓക്കെ നമുക്ക് ചെയ്യാം. ആ ഒരു പുഷിങ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി 8 മാസമായി ഈ സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഓണാവില്ല. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ട് 3 മണിക്കൂർ നമ്മൾ പോഡ്കാസ്റ്റിൽ നമുക്ക് ഉള്ള വിഷമങ്ങളും നമ്മുടെ അറിവുകളും നമ്മുടെ ചിലപ്പോൾ പൊട്ടത്തിലായിരിക്കാം, ശുദ്ധ മണ്ടത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ചാനലിൽ 24/7 ഇങ്ങനെ തുറന്നു കൊടുക്കുക. എപ്പോൾ ആണെങ്കിൽ വീഡിയോ ഇടാം നമ്മൾ. ഓക്കെ ഈ കണ്ടന്റ് പക്ഷേ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലുമായി കണക്ട് ചെയ്ത് നമുക്ക് എന്നും ജീവിതകാലം മൊത്തം യൂട്യൂബിൽ ഡെയിലി ട്രാവൽ ചെയ്ത് ഫ്ലൈറ്റിൻ്റെ എപ്പിസോഡ് ആ എപ്പിസോഡ് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സെലക്ട് രാജ്യങ്ങളും കൗണ്ട് കൂട്ടണം. ഇപ്പം നമ്മൾ അമേരിക്കൻ സീരീസ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അമേരിക്ക നമ്മൾ 48 സ്റ്റേറ്റ് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തും. അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ സംവാദങ്ങൾ വരും. പുതിയ ബിസിനസ് സംരംഭങ്ങളെ പറ്റിയിട്ട് നമ്മൾ അവരോട് സംസാരിക്കും. അതേപോലെ പുതിയ കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കും. അതെ, കാരണം സ്റ്റാൻഡപ്പിൻ ഇപ്പോൾ വീഡിയോയിലോട് പറയാൻ പറ്റുന്ന നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ വളരെ ചെറിയ സംഭവങ്ങളാണ്. അതിൽ കൂടുതൽ സ്റ്റാൻഡപ്പിൻ്റെ നിയോഗം അതാണ്. ലോകം സഞ്ചരിച്ച് ലോകത്തുള്ള മറ്റ് ജനങ്ങൾ സഞ്ചരിക്കാൻ പറ്റാത്ത മറ്റ് ജനങ്ങളിൽ ഞാൻ ആ ഒരു മൂഡ് പിടിച്ചു. അതെ, അപ്പോൾ മറ്റുള്ളവർക്ക് പറ്റാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ സ്റ്റാൻഡപ്പാ ഞാൻ എടുപ്പാണ് കയ്യിലിട കാലിൽ തളരിൽ തറന്ന് എടുക്കണു, എന്താ പറയുക വീൽ ചെയർ സാധനം. നീ പോകുമ്പോൾ നീ കണ്ട സാധനങ്ങൾ നിന്റെ വീഡിയോക്ക് ഞാൻ വെയിറ്റ് ചെയ്യണം. ഒരാൾ പറയണ എത്ര ആൾക്കാരെന്നെ വിളിച്ച് പറയണു, പക്ഷെ ആ ഒരാൾ കാത്തിരിക്കണമെങ്കിൽ ഞാൻ പോയി അടിക്കും. എൻ്റെ മൈൻഡിൽ അതിൽ പിന്നെ നമ്മൾ പൈസയുടെ കുറേ കോടികൾ ചിലവാക്കിയിട്ട് പോകണമെന്നല്ല ഞാൻ പറയണത്. നമുക്ക് പറ്റണ പോലെയാണെങ്കിൽ നമ്മളത് എവിടെ പോയാലും നമ്മളത് ചെയ്ത് അതിനെൻ്റെ ത്രില്ല് അതടിച്ച് ഇപ്പോൾ രാഘവൻ ചേട്ടൻ അത് കാണിച്ചു കൊടുക്കണട്ടാ, അല്ലെങ്കിൽ അവസാനപ്പെട്ട കാണിച്ചു കൊടുക്കണ്ടാന്ന് ഞാൻ പേര് എടുത്ത് പറയാം. ചിലപ്പോൾ അത് വിഷമം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരാൾ നമുക്ക് വേണ്ടി നമ്മളെ സാൻഡപ്പൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടി അടിക്കും. അത് പറയാം നിനക്ക് റീച്ചില്ല, നിന്റെ സംസാരം അങ്ങനെ തൃശ്ശൂർ ഭാഷയായിരുന്നു, നീ ചൂവാവില്ലാന്ന് പറഞ്ഞാൽ നീ ചൂവാവണ്ട, നാളെ നീ എൻ്റെ വീഡിയോ കാണും എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നീ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ നമ്മുടെ വീഡിയോ വന്ന് കാണും. നമ്മളതിന് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യണത് നമ്മളൊന്നിനും അല്ല. ഞാനത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് സാധനം. ഞാൻ അത് കുറച്ച് പുഷ് ചെയ്ത് ഞാൻ സാധനം സബ് ടൈറ്റിൽ ആഡ് ചെയ്യുമെന്ന് പറയും. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ രാജ്യത്തു നിന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തൈവാനിലുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് കൊള്ളാലോ, ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർക്ക് ഈ ഇംഗ്ലീഷ് കണ്ടൻസ് കണ്ട് വളർന്ന ജനങ്ങളാണ്. അപ്പോൾ അവര് സ്ട്രഗിൾ ചെയ്യാന്നാണ്, അത് നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ അത് സബ് ടൈറ്റിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒരു എളുപ്പം. മറ്റേത് അവർക്ക് വിശാല എന്തോ നടക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ചേട്ടൻ സബ് ടൈറ്റിന് പുഷ് ചെയ്തു. നമ്മൾ മുമ്പുണ്ടെങ്കിൽ അതിന് നല്ലൊരു രീതിയിലൊരു ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം നേടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സംഭവം ഇതിൻ്റെ എഫേർട്ട് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ഇത് നമ്മളതിൻ്റെ മേക്കിംഗ് എടുക്കണം, സ്ട്രഗിളിങ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോയാലും സാൻഡപ്പാ നീ ഇത് വന്ന് ചെയ്യടാന്ന് പറയാനായിട്ടൊരാൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ദൈവത്തിൻ്റെ പോലെ ഒരാൾ നമ്മളിലുണ്ട്. അതിൽ ചിലർ ബിസിനസ്സായിട്ട് കാണണം, അതൊക്കെ നമ്മൾ തട്ടി മാറ്റി കളയും. ചിലർ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന ആ സ്നേഹം ചിലപ്പോൾ ഇത് ഫേക്ക് ആയിരിക്കും. അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായി. പക്ഷേ പരമാവധി പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ലോകത്തുള്ള നമ്മളെ കാണുന്ന സാൻഡപ്പ് സ്വന്തം അനിയൻ്റെ പോലെയോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാൻഡപ്പൻ എന്നുള്ളൊരു രീതിക്ക് ഞാൻ ഫീൽ ചെയ്യും. സാൻഡപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാ. ചിലവർ പറയും സാൻഡോസ് നിന്റെ വീഡിയോ ഞാൻ കുറെ കാണാറെന്ന് പറയുമ്പോൾ സാൻഡോസ് ഞാൻ ചെറുപ്പം മുതൽ കുറെ നാളെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അതിലെന്തൊരു ടൈപ്പുണ്ട് പറയുന്ന പറയും. സാൻഡപ്പ നിന്റെ സൈക്കിൾ സീരീസ് മുതലാ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ പറ്റി അറിയുന്ന ഒരാളാണ് നമുക്ക് അല്ല. അപ്പോൾ
അത് ഭാഗ്യം എനിക്കുണ്ട്. അത് ഈ പറഞ്ഞ കാണുന്ന പ്രേക്ഷകരുടെ പിന്നാലെ ആയാലും ദൈവത്തിൻ്റെ അനുഗ്രഹമായാലും പ്രകൃതി അനുഗ്രഹമായാലും കൂട്ടുകാരന്മാർ അനുഗ്രഹമായാലും ഫാമിലി അനുഗ്രഹം എല്ലാം കൂടി വരുമ്പോഴാണ് ടീമായിട്ടാണ് ശരിക്കും നമ്മൾ ഈ പോഡ്കാസ്റ്റ് നടത്തണം. ഞാൻ വിശ്വസിക്കണേ. അതാണ് സ്റ്റാൻഡപ്പിൻ്റെ സമ്പത്ത്. ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ 1 കോടി എങ്ങനെ ഉണ്ടാക്കി എന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടും. പക്ഷേ 1 കോടി പണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒരുപാട് ഇടും. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ 1000 സുഹൃത്തുക്കളെ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് നമ്മളിവിടെ റിയൽ ആയിട്ടുള്ള ആൾക്കാർ അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മളുടെ എൻ്റെ പവർ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കണക്ഷൻസ്, ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കാനും അല്ലെങ്കിൽ പൈസ തന്ന് അല്ലെങ്കിൽ പൈസ തരാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാ മേഖലയിലായാലും നമുക്കിപ്പോൾ അവിടേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെയൊക്കെ നമ്മളിപ്പോഴും നമ്മൾ അന്ധമായിട്ട് അതിനെ വിശ്വസിക്കുന്നത് അവിടെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു ഓഫീസിൽ നമ്മുടെ ഒരു അത്രയും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിന്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് 4 തവണ റിജക്ട് ചെയ്തു. പിന്നെ അത് പുള്ളിക്കാരൻ തന്നെ അത് വർക്കൗട്ട് വേണം. ഞാൻ അറിയണൂടില്ല. ഞാൻ കിട്ടിയപ്പോൾ കുറേ പണിയെടുത്തൂലേ എന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ച ആളെടുത്ത്, നീ അത് പോയി അടിക്കറാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് വേണ്ടി വേറെ ആൾക്കാർ വഴി വെട്ടി തരുന്നുണ്ട്. അപ്പം അതും ഒരു റിയാലിറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനെ ഇതിപ്പോൾ അതൊക്കെ നടന്നു പോണു. അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഓഫ് കേരള വേറെ റേഞ്ചാ പറ്റില്ല. 2050 ഉണ്ടല്ലോ, നമ്മളത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഓഫ് കേരള ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കാണ്. കുറച്ച് വലിച്ചു നീട്ടിലും തള്ളി മറക്കലൊക്കെ ഉണ്ടെങ്കിലും തന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഫ്യൂച്ചർ ഓഫ് കേരള നിങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ, നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമ്മളിതിൽ മാനിക്കണം. നിങ്ങൾക്കും തോട്ടുകളുണ്ടെങ്കിൽ കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ വിഷയത്തിന് വേണ്ടി സംസാരിക്കാം. കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അല്ലേ? അതെ, എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ പ്രചോദനം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അതിപ്പോൾ നമ്മളുടെ ഒരു ബോധവൽക്കരണം ആയാലും ശരി, ഏതെങ്കിലും വീട്ടിൽ അതിൻ്റെ പടങ്ങളോ എന്തെങ്കിലും എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ ചാനലിൽ മുമ്പിൽ ഐഡിയ ഉണ്ടാവും, നമുക്ക് പറയാറില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ ഇവര് കമന്റ് ചെയ്യണനുസരിച്ച് നമുക്ക് ഐഡിയകൾ അതിനെ പറ്റിയിട്ട് ആളുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നമുക്ക് നിങ്ങളെ കമന്റ് ഇടുമ്പോൾ ഇന്ന ചേട്ടൻ്റെ പേരോ അല്ലെങ്കിൽ ചേച്ചിയുടെ പേരോ ആരുടെ പേരിട്ടിട്ട് അത് ഇന്ന സ്ഥലത്തു നിന്നാണ് ഓക്കെ എൻ്റെ ആശയം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആശയത്തെ പറ്റിയിട്ട് ചേട്ടൻ ചേച്ചിയല്ല അമ്മമാരപ്പന്മാര് എല്ലാവരും ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അധികം വൈകാരം അടുത്ത എപ്പിസോഡുണ്ട്. ഇനിയുള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ ലോകത്ത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ ടെക്നിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യം, നമ്മൾ ഈ മൈക്രോസോഫ്റ്റിന്റെ ആക്കളൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മൾ വേറെ പറയിക്കാൻ പാടില്ലേ, നമ്മൾ ടെക്നോളജി കൊണ്ടുവരണം. അമേരിക്ക എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ടെക്നോളജിനെ പറ്റിയിട്ടും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും സന്തോഷം. ആദ്യത്തെ പോഡ്കാസ്റ്റ് എന്ന നമ്മുടെ ട്രാവലിസ്റ്റയുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം. കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞത് അവസാനിപ്പിക്കണല്ലേ, നമ്മൾ സ്വാഗതം ചെയ്യിക്കണേ. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ് ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷൈൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.